ആദ്യത്തെ ഭാഗത്തിൽ പ്രധാനമായിട്ടും ഞാൻ എന്താണ് ഈ ക്വാണ്ടം ഭൗതികം അല്ലെങ്കിൽ ക്വാണ്ടം ബലതന്ത്രം, ക്വാണ്ടം മെക്കാനിക്സിന്റെ മലയാളമാണ് ക്വാണ്ടം ബലതന്ത്രം അല്ലെങ്കിൽ ക്വാണ്ടം തിയറി എന്നുള്ളതിലേക്കാണ് പോകുന്നത്. പിന്നെ ഈ ക്വാണ്ടം സിദ്ധാന്തത്തിന്റെ ആവശ്യം നമുക്ക് എങ്ങനെയാണ് വന്നത്? 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തെ 25 വർഷത്തിലുമായിട്ട് വലിയ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ടിലെ എല്ലാ കണ്ടുപിടുത്തങ്ങളും ഈ ലിസ്റ്റിലില്ല, വളരെ കുറച്ചേ ഉള്ളൂ. ഇതിന്റെ ഒരു 50 ഇരട്ടിയെങ്കിലും ഉണ്ടാവും കണ്ടുപിടുത്തങ്ങൾ. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 1861 ഗുസ്റ്റാവ് കിർച്ചോഫ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ബ്ലാക്ക് ബോഡി എന്താണ് എന്ന് നിർവചിച്ചു. 61 മുതൽ 65 വരെ, 1861 മുതൽ 65 വരെയുള്ള കാലഘട്ടത്തിൽ ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്നും കണ്ടെത്തുകയും അതിൻ്റെ ഗണിത രൂപങ്ങൾ, ഇക്വേഷൻസ്, സമവാക്യങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. 1887 ഹെൻറിച്ച് ഹെർട്സ് എന്ന് പറയുന്ന ജർമ്മൻ ശാസ്ത്രജ്ഞൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് കണ്ടുപിടിച്ചു. മാത്രമല്ല, ഈ നമ്മൾ പൊതുവെ കാണുന്ന എല്ലാ പ്രകാശവും അതിന്റെ ഭാഗമാണെന്നും അദ്ദേഹം സ്ഥാപിച്ചു. 1800 ഹെർഷൽ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് ആണ് ഇൻഫ്രാറെഡ് പ്രകാശം കണ്ടെത്തിയിരുന്നത്. ജോൺ റിട്ടർ 1801 അൾട്രാ വയലറ്റ് കണ്ടെത്തിയിരുന്നത്. സൗണ്ട് ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. റിസീവിംഗിന്റെ പ്രോബ്ലം ആയിരിക്കും, സിഗ്നലിന്റെ പ്രോബ്ലം ആയിരിക്കും. ക്ലിയർ ആണ് സാറേ, നല്ല ക്ലിയർ ആണ്. ഓക്കെ. പിന്നെ ഹേർട്സ് തന്നെയാണ് 1857 റേഡിയോ വേവ്സ് കണ്ടെത്തിയത്. പിന്നെ നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്, വില്യം റോൺജൺ ആണ് പറയാ, 1895 എക്സ്റേസ് കണ്ടെത്തി. 1900 പോൾ വില്ലാർഡ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഗാമ റേസും കണ്ടെത്തി. ഏകദേശം നമ്മുടെ വിദ്യുത് കാന്തിക വർണ്ണരാജിയിലെ എല്ലാ അംഗങ്ങളും ഇവിടെയായി. വിസിബിൾ ലൈറ്റ്സ്, ദൃശ്യപ്രകാശം നമുക്കൊക്കെ അറിയുന്നതാണ്. ജനിച്ചു വീഴുന്ന കുട്ടി മുതൽ എല്ലാവർക്കും അറിയാം. പിന്നെ നമ്മുടെ വളരെ വളരെ പൂർവികരടക്കം ഇത് കണ്ടിട്ടുണ്ട്. 1896 ഹെൻറി ബെക്കറൽ റേഡിയോ ആക്ടിവിറ്റി കണ്ടെത്തി. പിന്നീട് 1897 ജെ തോംസൺ എന്ന് പറയുന്ന ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞൻ ആദ്യത്തെ ആറ്റം മോഡൽ, അതിനെ നമ്മൾ പ്ലം പുഡിംഗ് മോഡൽ എന്നാണ് പറയാം, നമുക്ക് അതിലേക്ക് വരാം, അതിന്റെ മോഡൽ രൂപീകരിച്ചു. 1900 മാക്സ് പ്ലാങ്ക് ക്വാണ്ട എന്ന ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് E = hf, ഒരു ക്വാണ്ടയുടെ ഊർജമാണ് E. H എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, പ്ലാങ്കിന്റെ കോൺസ്റ്റന്റ്. F എന്ന് പറയുന്നത് ആ തരംഗത്തിന്റെ ആവൃത്തിയാണ്. അദ്ദേഹമാണ് ഈ ക്വാണ്ട ഉപയോഗിച്ചത് ആദ്യമായിട്ട്, ക്വാണ്ട എന്ന് പറയുന്ന ശബ്ദം. അതിൽ നിന്നാണ് ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ വരുന്നത്. 1905 ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, അതിന് വളരെ മുമ്പേ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് കണ്ടെത്തിയിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് എന്ന് അത് ആർക്കും മനസ്സിലായിരുന്നില്ല. അതിനുള്ള ഒരു ശാസ്ത്രീയമായ, ആർക്കും ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത തരത്തിലുള്ള വിശദീകരണം നൽകിയത് ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണ്. അതേ വർഷം തന്നെയാണ് അദ്ദേഹം വിശിഷ്ട ആപേക്ഷികതാ സിദ്ധാന്തം, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി പ്രസന്റ് ചെയ്തത്. പിന്നെ നമുക്കൊക്കെ പൊതുവെ ഐൻസ്റ്റൈൻ അറിയപ്പെടുന്നത് തിയറി ഓഫ് റിലേറ്റിവിറ്റി, വിശിഷ്ട ആപേക്ഷികതാ സിദ്ധാന്തവും പൊതു ആപേക്ഷികതാ സിദ്ധാന്തവും, ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ മേലെയാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം പേർ എപ്പോഴും ധരിച്ചു വച്ചിരിക്കുന്നത് ഈ സുപ്രധാനമായ ഈ രണ്ട് റിലേറ്റിവിറ്റി തിയറിക്കാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയതെന്നാണ്. അല്ല, അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്താണെന്ന് ശാസ്ത്രീയമായി വിശദീകരിച്ചത്. 1911 ആയപ്പോൾ ജെ തോംസന്റെ മോഡലിൽ നിന്നും വ്യത്യസ്തമായി ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞനായ ഏണസ്റ്റ് റുദർഫോർഡ്, തോംസന്റെ ശിഷ്യനാണ് ഇയാള്, അദ്ദേഹം ഒരു പുതിയ ആറ്റം മോഡൽ മുന്നോട്ട് കൊണ്ടുവച്ചു. ഇതാണ് 1860 മുതൽ 911 വരെയുള്ള കാലത്ത് സംഭവിച്ച നമ്മളെ സംബന്ധിക്കുന്ന പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും എന്തായിരുന്നു ഫിസിക്സിലെ സ്ഥിതി? ഈ വലിയ ഗോളങ്ങളെ, അതായത് ഭൂമി, ചന്ദ്രൻ, സൂര്യൻ, നക്ഷത്രങ്ങൾ, ഈ സൗരയൂഥത്തിലെ മറ്റ് അംഗങ്ങൾ ഒക്കെ
അതിൻ്റെയൊക്കെ ചലനത്തെക്കുറിച്ച് ന്യൂട്ടന്റെ ഗ്രാവിറ്റേഷൻ ഗുരുത്വാകർഷണ സിദ്ധാന്തം വളരെ വ്യക്തമായി പറഞ്ഞു തന്നു. അതുപോലെ ചെറിയ വസ്തുക്കളുടെ ചലനത്തെക്കുറിച്ചും 3 നിയമങ്ങൾ, ന്യൂട്ടന്റെ 3 നിയമങ്ങളും അനുസരിച്ചാണ് അവയൊക്കെ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ വസ്തുക്കളുടെ ചലനവും വസ്തുക്കളുടെ ഗുരുത്വാകർഷണത്തെ കുറിച്ചൊക്കെ എല്ലാം നമുക്കറിയാം എന്നൊരു ധാരണയിലായിരുന്നു ശാസ്ത്രലോകം. അതേപോലെ ഇതിപ്പോ നമ്മൾ പറഞ്ഞ വസ്തുക്കളെ കുറിച്ചാണ്, ദ്രവ്യത്തെ കുറിച്ചാണ്. ഇനി പ്രകാശത്തിന്റെ മേഖലയിൽ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറി ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ പൂർത്തീകരിച്ചു. അങ്ങനെ ഇലക്ട്രിസിറ്റിയെയും മാഗ്നറ്റിസത്തെയും ഒന്നിച്ചു കൊണ്ടുവന്നു. ഈ രണ്ടും ചേർന്നിട്ട് എങ്ങനെയാണ് വേവ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്നും അതിനെ അദ്ദേഹം ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്നും പേരിട്ടു. അപ്പോൾ നമ്മൾ അതേവരെ കണ്ടിരുന്ന ദൃശ്യപ്രകാശം, അതിനു മുമ്പ് കണ്ടെത്തിയിരുന്ന അൾട്രാ വയലറ്റ്, ഇൻഫ്രാറെഡ്, റേഡിയോ വേവ്സ്, ഇതൊക്കെ തന്നെ ഈ ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകളുടെ വിവിധ ഭാഗങ്ങളാണെന്നും വിവിധ തരംഗദൈർഘ്യമുള്ള ഭാഗങ്ങളാണെന്നും അദ്ദേഹം സ്ഥാപിച്ചു. അപ്പോ പ്രകാശത്തെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം. പിന്നെയുള്ളത് ഊർജവും താപവും തമ്മിലുള്ള ബന്ധമാണ്. അത് 1800കളിൽ തെർമോഡൈനാമിക്സ് തുടങ്ങിയപ്പോൾ, തെർമോഡൈനാമിക്സിന് താപഗതികം എന്നാണ് തോന്നുന്നു മലയാളത്തിൽ പറയുന്നത്, അതോടുകൂടി അതും വ്യക്തമായിരുന്നു. പിന്നെ ഈ തെർമോഡൈനാമിക്സിന്റെ പഠനം തുടങ്ങിയത് എപ്പോഴും നമ്മൾ ഒരു മലയാളത്തിലൊരു ഇതില്ലേ, ആവശ്യമാണ് കണ്ടുപിടുത്തങ്ങളുടെ മാതാവ് എന്ന് പറയുന്നത് പോലെ, അക്കാലത്താണ് ജെയിംസ് വാട്ട് ആവിയന്ത്രം കണ്ടുപിടിച്ചത്. ആവിയന്ത്രം നമ്മുടെ തീവണ്ടി ഓടിക്കാനല്ല നമ്മൾ ഉപയോഗിച്ചിരുന്നത് മനുഷ്യര്. ആദ്യം അത് മില്ലുകളിലും ഖനികളിലൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. പക്ഷെ അന്നത്തെ ആവിയന്ത്രം അവരുപയോഗിച്ചിരുന്ന കൽക്കരിയും അല്ലെങ്കിൽ സാധാരണ കരി എന്ത് കത്തിച്ചാലും അതിന്റെ 2% മാത്രമേ വർക്കായിട്ട് മാറ്റൂ. അപ്പൊ ഇങ്ങനെയുള്ളൊരു യന്ത്രം നമ്മളാരും വീട്ടിൽ മേടിച്ചു വെക്കില്ല. 98% നഷ്ടമാണ്. അപ്പൊ അത് ഇംപ്രൂവ് ചെയ്യാൻ, അത് നന്നാക്കാൻ വേണ്ടിയുള്ള ധാരാളം ഗവേഷണങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷനിൽ എത്തുന്നത്. പക്ഷേ തെർമോഡൈനാമിക്സും അത് ഊർജത്തെയും താപത്തെയും ഒന്നിച്ചു കൊണ്ടുവന്നു. ഇങ്ങനെ ഈ നമ്മൾ ക്ലാസിക്കൽ ബലതന്ത്രം അല്ലെങ്കിൽ ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് പറയുന്ന പഠനം, ഫിസിക്സിന്റെ ശാഖ അല്ലെങ്കിൽ ഭൗതികം തന്നെ 19ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിലും 20ാം നൂറ്റാണ്ടിന്റെ ആദ്യവുമായിട്ട് നമുക്ക് വേണ്ടതെല്ലാം അറിയാം എന്നുള്ള ഒരു സുഖകരമായ ഒരു സുഷുപ്തിയിലായിരുന്നു ശാസ്ത്രജ്ഞന്മാർ. നമുക്ക് എന്ത് ചോദിച്ചാലും അറിയാൻ പറ്റും, നമുക്കത് വിശദീകരിക്കാൻ പറ്റും, ഒന്നല്ലെങ്കിൽ മറ്റൊരു തിയറി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള ധാരണയിലായിരുന്നു. ഇനി ഈ ക്ലാസിക്കൽ ബലതന്ത്രത്തിന്റെ സ്വഭാവം എന്താണ്? നിശ്ചയങ്ങൾക്ക് വഴങ്ങുന്നതും നൈരന്തര്യമുള്ളതുമാണ്, നിരന്തരമുള്ളതാണ്. എന്താണ് ഈ നിശ്ചിതത്വം? നിങ്ങൾ ചിലപ്പോ എല്ലാവരും പഠിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്ക് അറിയില്ല, കാരണം ഞാൻ ഈ സിലബസിനെ കുറിച്ച് ഈയിടെയായിട്ട് എനിക്ക് വലിയ ധാരണയില്ല ഇപ്പോഴുള്ള. എങ്കിലും നമ്മൾ S=UT+AT² അല്ലെങ്കിൽ V=U+AT എന്നൊക്കെ പറഞ്ഞ് ചലനത്തെ കുറിച്ചിട്ടുള്ള സമവാക്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു വസ്തു മുകളിൽ നിന്നിട്ടാൽ Aക്ക് പകരം G ആവും, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു കല്ലെറിഞ്ഞാൽ ആ കല്ലിന്റെ ഏത് ഘട്ടത്തിലുള്ള വേഗത V, നമുക്ക് അതിന്റെ തുടക്കത്തിലുള്ള വേഗത U കൊണ്ടും ത്വരണം ആക്സലറേഷനും എത്ര സമയമെടുത്തു എന്നുള്ളതിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അങ്ങനെ എല്ലാത്തിനും ഒരു നിശ്ചിതമുണ്ട്. തുടക്കവും വേഗവും അറിയെങ്കിൽ അത് എപ്പോൾ എവിടെയായിരിക്കുമെന്നും അതിന്റെ വേഗത അളക്കാൻ പറ്റും നമുക്ക്. അതാണ് നിശ്ചിതത്വം. പിന്നെ പ്രാദേശികത, അതൊക്കെ നമുക്കിടെ അറിയാവുന്ന ഒരു ലോകത്തിലാണ്. പ്രകാശ വേഗത്തിലെങ്കിലും സഞ്ചരിച്ചാലും എത്താൻ കഴിയുന്ന ബന്ധമേ അതിനുള്ളൂ, അതിനപ്പുറം ഒരു ബന്ധമുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാം തുടർച്ചയാണ്, അല്ലാതെ കഷണങ്ങളായിട്ടല്ല. കഷണങ്ങളായിട്ടുള്ളതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ എല്ലാ സിഗ്നൽ പ്രോസസ്സിങ്ങിലും ഒക്കെ ഡിസ്ക്രീറ്റ് എന്ന് പറയും. അതായത് ഒന്നിടവിട്ട എന്നുള്ള അർത്ഥമാണ്. അതുപോലെ നമ്മൾ നിരീക്ഷിച്ചാലും ഇല്ലെങ്കിലും, നമ്മൾ നോക്കിയാലും ഇല്ലെങ്കിലും ഈ ഭൗതിക ലോകം അവിടെ ഉണ്ട്. അതാണ് ഐൻസ്റ്റൈൻ പറഞ്ഞത്. ക്വാണ്ടം മെക്കാനിക്സിന്റെ തുടക്കം വന്നപ്പോൾ ഐൻസ്റ്റൈൻ പറഞ്ഞു, ഞാൻ നോക്കിയാലും ഇല്ലെന്ന് ചന്ദ്രൻ അവിടെ ഉണ്ട് എന്ന് എനിക്കറിയാം. ഞാൻ നോക്കുമ്പോഴേ ചന്ദ്രനുള്ളൂ എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് എനിക്ക് ഉൾക്കൊള്ളാൻ കുറെ വിഷമമുണ്ട്. ഇപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ മുന്നിലുണ്ട്, ഞാൻ നിങ്ങളെ ആരും കാണുന്നില്ല, ഞാൻ എൻ്റെ സ്ലൈഡേ കാണുന്നുള്ളൂ. പക്ഷെ നിങ്ങളൊക്കെ അവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. മാത്രമല്ല, നിങ്ങളുടെ ചിത്രം മാത്രമല്ല, ഭൗതികമായിട്ട് തന്നെ നിങ്ങളുടെ വീട്ടിലുണ്ട്, ഫോണിന്റെയോ കമ്പ്യൂട്ടറിന്റെ മുന്നിലുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ ഇതാണ് ഒരു ഭൗതിക ലോകത്തിന്റെ പ്രത്യേകത. നമ്മൾ നോക്കിയാലും ഇല്ലെങ്കിലും ഒക്കെ എല്ലാവരും അവിടെയുണ്ട്.
പിന്നെ ഒരു വസ്തുവിന് ഒന്നിൽ കൂടുതൽ അവസ്ഥയിൽ നിൽക്കാൻ പറ്റില്ല. അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പം മാസ് അല്ലെങ്കിൽ ദ്രവ്യമാനം അല്ലെങ്കിൽ മാസ് എടുക്കാം. ഒരു വസ്തുവിന് ഒരു നിശ്ചിത മാസേ ഉണ്ടാവൂ, 2 മാസ് ഉണ്ടാവില്ല. ഈ മാസ് നമ്മൾ ചന്ദ്രനിൽ കൊണ്ടുപോയാൽ അതിന്റെ വെയിറ്റ് മാറും, പക്ഷെ മാസ് സെയിം ആണ്. അപ്പോൾ ഒരു വസ്തുവിന് ഒന്നിൽ കൂടുതൽ അവസ്ഥയിൽ നിൽക്കാൻ പറ്റില്ല. നമ്മളതിനെ കംപ്ലീറ്റ്ലി വീണ്ടും സങ്കീർണമായി നോക്കിക്കഴിഞ്ഞാൽ ആറ്റത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ആറ്റത്തിന്റെ ഇത് എവിടെയാണ് അതിന്റെ നിൽക്കുന്നത്, ഏത് ഓർബിറ്റിലാണ്, എന്താണ് ഇതിന്റെ സ്പിൻ എന്നൊക്കെയാണ്, അതിന്റെ ചാർജ് എന്താണ്, ഇതൊക്കെ അവസ്ഥകളിൽ പെടും. നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന അവസ്ഥ എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ ഉപയോഗിക്കുന്നത്, അതിന്റെ ഭൗതിക ഗുണങ്ങളാണ്. അതുപോലെ നമ്മൾ ഒന്ന് അളക്കാൻ തുടങ്ങിയാൽ ആ വസ്തുവിന്റെ സ്വഭാവം മാറുന്നില്ല. ഉദാഹരണത്തിന് നമ്മൾ രാവിലെ പാൽക്കാരൻ വന്നാൽ പാല് മേടിക്കും. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ അയാൾ പാല് 1 ലിറ്റർ കോരി നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ അത് വെള്ളമൊന്നുമായി മാറില്ല. അതിൽ ഇത്തിരി വെള്ളം ഉണ്ടാവും, അത് വേറെ കാര്യം. പക്ഷേ അത് വേറൊന്നുമായി മാറില്ല, അല്ലെങ്കിൽ അത് ഉറച്ചു പോവില്ല. അപ്പോ അതിന്റെ സ്വഭാവത്തിൽ യാതൊരു മാറ്റവും വരില്ല ഈ അളക്കുന്നത് കൊണ്ട്. ഇതാണ് ക്ലാസിക്കൽ ബലതന്ത്രം അല്ലെങ്കിൽ ന്യൂട്ടോണിയൻ ബലതന്ത്രത്തിന്റെ സ്വഭാവങ്ങൾ. ഇതാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. നമുക്ക് ഈ പ്രപഞ്ചം മുഴുവൻ ഈ ക്ലാസിക്കൽ ബലതന്ത്രം അനുസരിക്കുന്നുണ്ട്, അതിൽ ഞങ്ങൾ വളരെ സന്തോഷവാന്മാരാണ്, ഇനി ഒന്നും ഞങ്ങൾക്ക് അറിയാനില്ല എന്നുള്ള വസ്തുതകൾ. പക്ഷേ അതിനിടയിലൊക്കെ കുറെ പ്രശ്നങ്ങൾ ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അതിൽ കുറച്ച് വിടവുകൾ അവിടെ ഇവിടെ ചെറിയ പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു. അതെന്താണ്? അതിന്റെ ഒന്നാമത്തേതാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. 1880കളുടെ അവസാനം കണ്ടെത്തിയ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. പഴയ സിദ്ധാന്തം അനുസരിച്ച് ഇനി ഒന്ന് വളരെ പെട്ടെന്ന് ഞാൻ ഈ ബ്ലാക്ക് ബോഡിയിൽ എന്താണെന്ന് പറയാം. ഒരു കറുത്ത വസ്തുവിലെ നമ്മൾ ഊർജം കൊടുക്കുകയാണെങ്കിൽ അത് എല്ലാതരം വേവ് ലെങ്ത് ആഗിരണം ചെയ്യും. അതുപോലെ അതിനെ നന്നായി ചൂടാക്കിയാൽ അത് എല്ലാ വേവ് ലെങ്ത്തും പുറത്തേക്ക് വിടും, വേവ് ലെങ്ത്തിലുള്ള റേഡിയേഷൻ പുറത്തേക്ക് വിടും. അപ്പൊ ഇതിനെ നിരന്തരം ചൂടാക്കിക്കൊണ്ടിരുന്നാലും പണ്ടത്തെ ഭൗതികം, ക്ലാസിക്കൽ ഭൗതികത്തിന്റെ കണക്ക് വെച്ച് ഈ നമ്മുടെ ചിത്രത്തിൽ 3, 2 പിന്നെ ലാംഡയുടെ വാല്യൂ മൈക്രോമീറ്റർ ഒക്കെയുള്ള റേഡിയോ വേവ്സും മറ്റും കുറഞ്ഞ ആംപ്ലിറ്റ്യൂഡിലേ ഉണ്ടാവും. വിസിബിൾ ദൃശ്യപ്രകാശത്തിന് അടുത്ത് വരുന്തോറും ടെമ്പറേച്ചർ കൂടുന്നുണ്ട്, അത് കൂടും. അൾട്രാവയലറ്റ് എത്തുമ്പോൾ ആ കർവ് അങ്ങ് മേലേക്ക് പോകേണ്ടതാണ്. അതായത് അത് അൾട്രാവയലറ്റ് പ്രകാശരശ്മികളെ നിരന്തരം എന്താണ് പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സ് ഉപയോഗിച്ചിട്ട് പറയാൻ പറ്റും. ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷനും മറ്റും നമ്മൾ സ്റ്റീവൻജിനും മറ്റു പലതിലും ഉപയോഗിക്കുന്നുണ്ട്. സ്റ്റീവൻജിന്റെ കഥ ഞാൻ പറഞ്ഞു. അതിന്റെ ഗുണം, ദക്ഷത കൂട്ടാൻ വേണ്ടിയുള്ള നിരന്തര ശ്രമത്തിനൊടുവിലാണ് ഈ ബ്ലാക്ക് ബോഡി റേഡിയേഷനിൽ എത്തുന്നത്. ഈ അൾട്രാവയലറ്റ് പക്ഷേ നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സ് പറഞ്ഞ ഒന്നും അനുസരിക്കുന്നില്ല. അത് അങ്ങനെയാണെങ്കിൽ ആ കർവ് എല്ലാം മേലോട്ട് പോകണം. പക്ഷെ ഇവിടെ ചിത്രത്തിൽ നിങ്ങൾ അൾട്രാവയലറ്റിന്റെ ഗ്രാഫുകൾ താഴേക്ക് വരുന്നത് കാണും. ഇതിനെയാണ് അൾട്രാ വയലറ്റ് ദുരന്തം അല്ലെങ്കിൽ അൾട്രാ വയലറ്റ് കാറ്റാസ്ട്രോഫെ എന്ന് പറഞ്ഞത്. ഇത് നമ്മുടെ ക്ലാസിക്കൽ ഭൗതികം ഉപയോഗിച്ചുകൊണ്ട് പറയാൻ പറ്റാത്തൊരവസ്ഥ വന്നു. മറ്റൊന്ന്, വളരെ മുമ്പ് തന്നെ ലിയോണാർഡ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ, പലരും ഉണ്ട്, പക്ഷേ ലിയോണാർഡ് ആണ് കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിച്ചത്. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, പ്രകാശ വൈദ്യുത പ്രതിഭാസം. അദ്ദേഹം ഇതിന് പല മെറ്റലുകൾ, ലോഹങ്ങൾ എടുത്ത് അതിൽ പ്രകാശം പതിപ്പിച്ചിട്ട് അതിൽ നിന്ന് ഇലക്ട്രോൺ തെറിച്ചു വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു, പഠിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങൾ 4 എണ്ണമേ ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളൂ. ഒന്ന്, ഇങ്ങനെ തെറിച്ചു വരുന്ന ഇലക്ട്രോൺ ആണല്ലോ കറണ്ട്, ഒഴുകുന്ന ഇലക്ട്രോണിനാണല്ലോ നമ്മൾ കറണ്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കറണ്ട് ലൈറ്റിന്റെ, പ്രകാശത്തിന്റെ എത്ര ശക്തിയുണ്ട്, ഇന്റൻസിറ്റി ഉണ്ട്, അതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും. മറ്റൊരു പ്രതിഭാസം, പ്രകാശം വീഴുന്ന ഉടൻ തന്നെ ഇലക്ട്രോൺ അതിൽ നിന്ന് തെറിക്കാൻ തുടങ്ങുന്നു. അതിന്റെ ഇടയിൽ കാലതാമസം ഇല്ല. അദ്ദേഹത്തിന്റെ പരീക്ഷണങ്ങൾ നടക്കുമ്പോൾ ഉപകരണങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ടുള്ള ചില കാലതാമസം അദ്ദേഹത്തിന് തോന്നിയിരിക്കും, പക്ഷെ സത്യത്തിൽ കാലതാമസം ഇല്ല. പക്ഷേ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തിയ എന്താണെന്ന് വെച്ചാൽ, ഏത് ലോഹങ്ങൾ എടുത്താലും ഈ പ്രകാശത്തിന്റെ ആവൃത്തി, ഇപ്പൊ ഈ ചിത്രത്തിൽ ഞാൻ കാണിച്ചത് വയലറ്റ് അല്ലെങ്കിൽ ബ്ലൂ, 400 നാനോമീറ്ററിൽ വയലറ്റ് ആണെന്ന് തോന്നുന്നു, 550 പച്ച, 700 നാനോമീറ്ററിൽ റെഡ്, പിന്നെ നമുക്ക് അൾട്രാ വയലറ്റിലേക്കൊക്കെ പോവാം. അങ്ങനെ ഇൻഫ്രാറെഡ് നിന്ന് അൾട്രാ വയലറ്റ് വരെ പല പ്രകാശരശ്മികൾ പതിപ്പിച്ചപ്പോ ചില ലോഹങ്ങൾക്ക് ഒരു നിശ്ചിത ആവൃത്തി കഴിഞ്ഞാൽ പിന്നെ ഇലക്ട്രോൺസ് ഇല്ല.
ഉദാഹരണത്തിന് ചില ലോഹങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നീലയും പച്ചയും പ്രകാശരശ്മികൾ വീഴുന്നത് വരെ ഇലക്ട്രോൺ തെറിച്ചുകൊണ്ടിരിക്കും, പക്ഷേ ചുവപ്പ് വീണാൽ തെറിക്കില്ല. തിരിച്ചാണ് ഞാൻ പറയേണ്ടിയിരുന്നത്. അൾട്രാവയലറ്റും വീണ് കഴിഞ്ഞാൽ തെറിക്കും, പക്ഷെ ചുവപ്പിലെത്തിയാലോ ഇൻഫ്രാറെഡിലെത്തിയാലോ അത് തെറിക്കില്ല. ഇതെന്തുകൊണ്ട് എന്നുള്ളതാണ്. അതായത് അതിനൊരു ത്രഷോൾഡ് എന്നാണ് ഞങ്ങൾ ഇംഗ്ലീഷിൽ പറയാ. ഒരു നിശ്ചിത ആവൃത്തിക്ക് താഴെ ആവൃത്തി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഇലക്ട്രോൺ വരില്ല, പ്രകാശ വൈദ്യുത പ്രതിഭാസം നിന്നു പോകും. അത് എന്തുകൊണ്ട് എന്ന് ക്ലാസിക്കൽ ഭൗതികത്തിന് പറയാൻ കഴിഞ്ഞില്ല. അത് പറയുക വഴിയാണ് ഐൻസ്റ്റൈൻ വീണ്ടും മാക്സ് പറഞ്ഞ ക്വാണ്ടയെ ക്വാണ്ടം എന്ന പേരിൽ വീണ്ടും ഈ രംഗത്ത് കൊണ്ടുവന്നത്. അതോടുകൂടി പ്രകാശത്തിന് അതുവരെ 1800കളിൽ ക്രിസ്റ്റ്യൻ ഹൈഗൻസ്, തോമസ് യങ് എന്നൊക്കെ പറയുന്ന പല ശാസ്ത്രജ്ഞന്മാരും തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്ന തരംഗ സിദ്ധാന്തത്തോടൊപ്പം ഒരു തരംഗ സ്വഭാവത്തോടൊപ്പം കണിക സ്വഭാവമുണ്ട് എന്ന് ഐൻസ്റ്റൈൻ പ്രവചിച്ചത്. അപ്പോൾ ഫോട്ടോണിന്റെ ഊർജം HF, ഞാനിവിടെ Hν എന്ന് എഴുതിയിരിക്കുന്നത്, കാരണം പൊതുവെ ഫിസിക്സ് ടെക്സ്റ്റുകളിൽ ന്യൂ എന്നാണ് ഞങ്ങൾ ഉപയോഗിക്കുക, HF ഉപയോഗിക്കുന്നത്. പക്ഷെ എന്തുകൊണ്ടാണ് ആ F0 താഴെ ആവൃത്തി കുറഞ്ഞ പ്രകാശം വീണാൽ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്തുകൊണ്ട് നിന്നു പോകുന്നു എന്ന് ക്ലാസിക്കൽ ഭൗതികത്തിൽ പറയാൻ കഴിഞ്ഞില്ല. പക്ഷേ ഐൻസ്റ്റൈൻ അത് വളരെ നന്നായി പറഞ്ഞു. പ്രകാശം ദ്രവ്യവുമായി, അതായത് ലോഹത്തിന്റെ കഷണവുമായി ഊർജം കൈമാറ്റം ചെയ്യുകയും അത് പാക്കറ്റുകളായി കൊടുക്കുകയും ചെയ്യുന്നു. ഓരോ പാക്കറ്റിന്റെയും ഊർജത്തിന്റെ അളവ് HF ആണ്. H പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്, F ആവൃത്തിയാണ്. ഇങ്ങനെയുള്ള ഒരു എനർജി കൊടുത്തു കഴിഞ്ഞാൽ, ഫോട്ടോണിന്റെ എനർജി കൊടുത്തു കഴിഞ്ഞാൽ, ഒന്നുകിൽ ആ പൂർണ്ണമായിട്ടും ആ എനർജി ആറ്റം എടുക്കും, അല്ലെങ്കിൽ ഒന്നും എടുക്കില്ല. അല്ലാണ്ട് നിങ്ങൾ തന്നില്ലേ ഞാൻ പകുതി എടുത്തുകൊള്ളാം, അങ്ങനെ പറ്റില്ല. അപ്പൊ പൂർണ്ണമായും കൊടുക്കും, അല്ലെങ്കിൽ എടുക്കില്ല. ആ ക്വാണ്ടയിലെ ഫോട്ടോണിന്റെ എനർജി ലൈറ്റ് ക്വാണ്ട എന്നാ പറയുന്നത്. ഫോട്ടോണിന് അന്ന് ഐൻസ്റ്റൈൻ ഫോട്ടോണിനെ വിളിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈറ്റ് ക്വാണ്ട അല്ലെങ്കിൽ ഫോട്ടോണിന്റെ ഊർജം അപ്പാട് ഇമ്മീഡിയറ്റ്ലി യാതൊരു കാലവിളംബവും ഇല്ലാതെ ഇലക്ട്രോണിന് കിട്ടുകയും ഇലക്ട്രോൺ പുറത്തേക്ക് തെറിക്കുകയും ചെയ്യും. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ആവൃത്തിയും ആ ആവൃത്തിയിലുള്ള പ്രകാശം കൊടുക്കുന്ന ഊർജവും ആ ലോഹത്തിന്റെ വർക്ക് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരു സ്വഭാവമുണ്ട്, അതിനേക്കാൾ കൂടുതലായിരിക്കണം. ഇതാണ് ഐൻസ്റ്റൈൻ വിശദീകരിച്ചു കൊടുത്തതും അതുവഴി ഐൻസ്റ്റൈന് നോബൽ സമ്മാനം കിട്ടിയത്. നമുക്കിപ്പോ തോന്നുന്നത് വളരെ എളുപ്പമല്ലേ സംഗതി എന്ന്. ഒരുപാട് തലപുകഞ്ഞ് ആലോചിച്ചിട്ട് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ് ഇത്. മാത്രമല്ല, ഇങ്ങനെ ഐൻസ്റ്റൈൻ ഫോട്ടോൺ ഉണ്ട്, അതായത് ലൈറ്റ് ക്വാണ്ട ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ മറ്റുള്ളവരത് തെളിയിക്കാനോ അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് കാണിക്കാനോ ഉള്ള ശ്രമം തുടങ്ങും. അങ്ങനെയാണ് മില്ലിക്കൺ എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ഇത് തെറ്റാണെന്ന് തെളിയിക്കാൻ പോയി അവസാനം സമ്മതിച്ചു, ഐൻസ്റ്റൈൻ പറഞ്ഞ ലൈറ്റ് ക്വാണ്ട ശരി തന്നെയാണെന്ന്. പിന്നെ മറ്റൊരു പ്രതിഭാസം, വളരെ 1800കളിൽ പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ഉണ്ടായപ്പോൾ തന്നെ തോമസ് യങ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് 2 ചെറിയ വിടവുകളിൽ കൂടി പ്രകാശത്തെ കടത്തിവിട്ട് അത് ഇന്റർഫെറൻസ് പാറ്റേൺ ഉണ്ടാക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു. ഇത് വളരെ മുമ്പ് നടന്ന തരംഗ സിദ്ധാന്തം ഉപയോഗിച്ചുള്ള ഈ പരീക്ഷണത്തിന്റെ തരംഗ സിദ്ധാന്തം ഉപയോഗിച്ചുള്ള വിശദീകരണമാണ് ഞാൻ ഈ ചിത്രത്തിൽ കാണിച്ചത്. പക്ഷേ ക്വാണ്ടം വന്നതോടുകൂടിയും ഈ ലൈറ്റ് ക്വാണ്ട വന്നപ്പോൾ GI ടൈലർ എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റ് അങ്ങനെയാണെങ്കിൽ ഒറ്റ ഫോട്ടോണിനെ കടത്തിവിട്ടാൽ എന്ത് സംഭവിക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം വളരെ ചെറിയ 100 ഇലക്ട്രോൺ വോൾട്ട് മാത്രം ഊർജമുള്ള ഒറ്റ ഫോട്ടോൺ, നിങ്ങൾ ചോദിക്കും ചിലപ്പോൾ ഈ ഒരു ഫോട്ടോണിനെ എങ്ങനെ കടത്തിവിടുവാന്ന്. പ്രകാശം വളരെ 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 കുറച്ച് കൊണ്ടുവരുമ്പോൾ നമ്മളൊരു അസംഷൻ ആണത്. ഒരു 2 സ്ലിറ്റുകളിലൂടെ കടത്തിവിട്ടപ്പോൾ കിട്ടിയ പാറ്റേൺ ആണ് ഇടതുവശത്ത്. ഇതിലെ ചിത്രം നോക്കിയാൽ തോമസ് യങ്ങിന്റെ ചിത്രത്തിലെ ഇങ്ങനെ കുത്തനെയുള്ള വരകൾ മാതിരി ഇവിടെ തിരശ്ചീനമായിട്ട് പാരലായിട്ട് വരകൾ ഫോം ചെയ്യുന്ന കാണാം. നല്ലോണം പ്രകാശം കൊടുത്താൽ നല്ല വ്യക്തമായ ലൈനുകൾ കിട്ടും. ഈ ടൈലറുടെ ഇത് ഫോട്ടോൺ എന്ന സാധനം, അതായത് ഈ കണിക ഉണ്ട് എന്നതിലേക്ക് അത് നയിച്ചു. പിന്നെ ഇനി മറ്റൊരു സൈഡിൽ നിന്ന് JJ തോംസൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ്, അതിന് മുമ്പ് ഡാൽട്ടന്റെ സിദ്ധാന്തങ്ങൾ ഉണ്ടായിരുന്നു, എന്താണ് ആറ്റം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അതിനെ വിശദീകരിച്ച്
ക്രൂക്സ് എന്ന് പറഞ്ഞ മറ്റൊരു സയന്റിസ്റ്റ് ആണ് ഇങ്ങനെയുള്ള വാക്യൂം ട്യൂബുകളും അത് ഉപയോഗിച്ചുകൊണ്ടുള്ള കളിയൊക്കെ തുടങ്ങിയത്. അത് ഉപയോഗിച്ച് തോംസൺ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് അതായത് ഉണ്ടെന്ന് കണ്ടെത്തി. അതിനെയാണ് അദ്ദേഹം പിന്നീട് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞത്. പക്ഷേ ഒരു ആറ്റം പക്ഷെ ന്യൂട്രൽ ആണ്, ആറ്റത്തിൽ ചാർജ് ഇല്ല. ആറ്റം എന്താ പറയേണ്ടത്, ന്യൂട്രൽ എന്നാണ് ഇംഗ്ലീഷിൽ ഞാൻ പറയാ, മലയാളത്തിൽ എന്താ പറയാ അറിയില്ല. അപ്പോ അങ്ങനെയാണെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതിനെ ക്യാൻസൽ ആക്കുന്ന എന്തോ ഒന്ന് വേണമല്ലോ. അപ്പൊ അതാണ് അദ്ദേഹം ഈ വലത്തുവശത്ത് കാണിച്ച നമ്മുടെ കേക്കിലുള്ളതുമാരത്തെ ഒരു ചിത്രം. ഈ ചുവന്ന് കാണുന്നത് വലിയൊരു കേക്കാണ്, അതിന്റെ നടുക്ക് കാണുന്ന ഇലക്ട്രോൺസ് പ്ലമ്മിന്റെ കഷ്ണങ്ങളാണ്. അതുമാതിരിയാണ് അദ്ദേഹം പ്ലം പുഡിംഗ് എന്ന് പറയുന്നത്. പ്ലമ്മിന്റെ പുഡിംഗ്, പായസം എന്നാണ് അർത്ഥം. ഇതാണ് ആറ്റത്തിന്റെ രൂപം എന്ന് സിദ്ധാന്തിച്ചു 1897. 1911 ആയപ്പോ റൂദർഫോർഡ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ചേർന്ന് സുപ്രസിദ്ധമായ ഗോൾഡ് തകിടുകൾ ഉപയോഗിച്ചുള്ള ഒരു പരീക്ഷണം നടത്തുകയും. സംസാരിക്കുന്നുണ്ടോ ആരെങ്കിലും? ഒച്ചയാക്കുന്നുണ്ടല്ലോ. പ്രസന്റേഷൻ കാണുന്നില്ലല്ലോ. ആർക്കും കാണുന്നില്ല? ഉണ്ടല്ലോ കാണുന്നുണ്ട്. അത് താഴത്തോട്ടായി പോയിട്ട് ഇങ്ങനെ സ്ക്രീനിന്റെ മേലത്തോട്ട് നോക്കി കഴിഞ്ഞാൽ കിട്ടും. പ്രസന്റേഷൻ ഉണ്ട്. ലാപ്ടോപ്പിൽ ക്ലിയർ ആണ്. അല്ല, മൊബൈലിലും കിട്ടുന്നുണ്ട്. മേലോട്ടോട്ടാ അപ്പോ ഈ കാത്തോഡ് റേയിൽ നിന്ന് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഉണ്ടെന്നും അതും വലിയ ഒരു പോസിറ്റീവ് ചാർജുള്ള ഒരു അപ്പക്കഷണം അല്ലെങ്കിൽ ഒരു ദോശയോ വലിയ ഇഡ്ഡലി മാറ്റ ഒരു കഷണത്തില് ഈ നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് കുടുങ്ങിക്കിടക്കുക വഴി രണ്ടും ക്യാൻസലായി ന്യൂട്രലായി ചാർജ് ഒന്നും ഇല്ലാതിരിക്കുകയാണെന്ന് തോമസൺ വാദിച്ചു. പിന്നീട് റൂദർഫോർഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ശിഷ്യനും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും കൂടി പ്രസിദ്ധമായ സ്വർണ്ണത്തകിട് പരീക്ഷണം നടത്തി. ഒരു സ്വർണ്ണത്തകിടെടുത്ത് അതിലോട്ട് ആൽഫ പാർട്ടിക്കിൾസ്, ഞാൻ അത്ര വിശദീകരിക്കുന്നില്ല കാരണം എന്നാൽ നമ്മൾ സമയം കിട്ടില്ല, ചെയ്തപ്പോൾ ഈ അണുകേന്ദ്രം ഇങ്ങനത്തെ പുഡിംഗ് ഇഡ്ഡലി മാതിരി അല്ല, അല്ലെങ്കിൽ കേക്ക് മാതിരി അല്ലെന്നും നടുക്ക് ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെന്നും അതിന് ചുറ്റുമാണ് നെഗറ്റീവ് ചാർജുകൾ ഉള്ളത് എന്നും അദ്ദേഹം കണ്ടു. അതാണ് ഞാൻ ഈ ചിത്രത്തിൽ ഹലോ അതാണ് ഞാൻ ഇടത്തുവശത്ത് കാണിച്ചിരിക്കുന്നത് റൂദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം. റൂദർഫോർഡ് ഈ പരീക്ഷണത്തിൽ നിന്ന് ശാസ്ത്രത്തിന്റെ ഒരു രീതി നിങ്ങൾ മനസ്സിലാക്കണം. വെറുതെ അങ്ങ് പറയാൻ പറ്റില്ല, ഓരോന്നിനും തെളിവുകൾ വേണം. ഇപ്പൊ റൂദർഫോർഡ് ഈ ഗോൾഡ് ലീഫ് അല്ലെങ്കിൽ സ്വർണ്ണത്തകിട് പരീക്ഷണത്തിൽ നിന്നാണ് നടുക്കാണ്, അതിന്റെ കേന്ദ്രത്തിലാണ് പ്ലസ് ചാർജ് ഉള്ളത്. ആ പ്ലസ് ചാർജ് ഉള്ള എന്തോ ഒന്ന് വ്യക്തതയില്ല, പക്ഷെ അതിന് ചുറ്റുമാണ് നെഗറ്റീവ് ചാർജുകൾ കറങ്ങുന്നതെന്ന് അദ്ദേഹം കണ്ടെത്തി. ഒരു സിദ്ധാന്തമാണ്. അങ്ങനെയാണ് നടുക്ക് ഒരു ന്യൂക്ലിയസ് ഉണ്ട് എന്ന് പറഞ്ഞു. ന്യൂക്ലിയസ് എന്താ ഉള്ളിൽ അകത്ത് എന്ന് അറിയില്ല, പക്ഷെ ഇലക്ട്രോണുകൾ പുറത്തിങ്ങനെ കറങ്ങുവാണെന്ന് പറഞ്ഞു. അതേസമയം നമ്മൾ സൂര്യന്റെ പ്രകാശത്തെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു നിരന്തരമായ ഒരു ദൃശ്യ എന്താണ് പ്രകാശ രാജി, വർണ്ണരാജിയാണ് കാണുക, കണ്ടിന്യൂസ് സ്പെക്ട്രമാണ് കാണുക. പക്ഷെ അത് ചില ഗ്യാസുകളിലൂടെയൊക്കെ കടത്തി വിട്ടാൽ പിന്നെ അതിന്റെ കുറെ പ്രകാശരശ്മികൾ അതിൽ കാണാനുണ്ടാവും. അതിനെയാണ് ലൈൻ സ്പെക്ട്രം എന്ന് പറയുന്നത്. അത് ബ്ലാക്ക്, അത് ആഗിരണം ചെയ്യത്തിൻ്റെതാണ്. അതുപോലെ എമിഷനും ഉണ്ട് താഴത്തെ, അത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ പ്രതിഭാസങ്ങളൊക്കെ കണ്ടെത്തിയതോടുകൂടി അതിനെക്കുറിച്ചുള്ള കൂടുതൽ വലിയ ആലോചനകളിലേക്ക് നീങ്ങി. റൂദർഫോർഡിന്റെ മോഡലിന്റെ ഒരു വലിയ പ്രശ്നം, ഇങ്ങനെ ചിത്രത്തിൽ കാണിച്ചതുപോലെ ഇലക്ട്രോണുകൾ ഇങ്ങനെ കണ്ടമാനം കറങ്ങിയാൽ അതിന്റെ ഊർജം നഷ്ടപ്പെടും. അപ്പൊ അത് ഈ നടുക്കുള്ള ന്യൂക്ലിയസിലേക്ക് അങ്ങ് വീഴും. അങ്ങനെ ന്യൂക്ലിയസും ഇലക്ട്രോണും കൂടി ഇല്ലാണ്ടാവും. പക്ഷെ നമ്മളൊക്കെ ഉണ്ട് ഇവിടെ, എല്ലാം ഉണ്ട്. ഈ ഇലക്ട്രോണും പ്രോട്ടോണും അല്ല ന്യൂക്ലിയസും കൊണ്ട് ഉണ്ടാക്കിയ സർവ്വ ചരാചരങ്ങളും ഈ പ്രപഞ്ചത്തിലുണ്ട്, എവിടെയും പോയി കാണുന്നില്ല. അപ്പൊ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി. അപ്പോഴാണ് വീണ്ടും നമ്മുടെ ക്വാണ്ടം മെക്കാനിക്സ് അതിന്റെ സഹായത്തിന് വരുന്നത്. ഡാനിഷ് സയന്റിസ്റ്റ് ആയിട്ടുള്ള നീൽസ് ബോർ ഒരു പുതിയ സിദ്ധാന്തം വെച്ചു. റൂദർഫോർഡ് പറഞ്ഞതൊക്കെ ശരി തന്നെ, ഇങ്ങനെ ഇലക്ട്രോൺ കറങ്ങുന്നുണ്ട്, പക്ഷേ ഇലക്ട്രോണുകൾക്ക് അങ്ങനെ ഇഷ്ടം പോലെ കറങ്ങാൻ പറ്റില്ല. അതിന് നിശ്ചിത ഓർബിറ്റുകൾ വേണം, അതായത് ക്വാണ്ടൈസ്ഡ് ഓർബിറ്റുകൾ. ഓർബിറ്റിന്റെ എണ്ണം 1, 2, 3 ഇങ്ങനെ പോകും. പക്ഷെ 1നും 2നും നടുക്ക് വേറെ ഓർബിറ്റ് ഇല്ല, അല്ലെങ്കിൽ 2നും 3നും നടുക്ക് വേറെ ഓർബിറ്റ് ഇല്ല. ഇലക്ട്രോണുകൾക്ക് ഈ ഓർബിറ്റുകളിൽ കറങ്ങുന്ന ഇലക്ട്രോണുകൾക്ക് മേലോട്ട് ഊർജം കൊടുത്താൽ മറ്റൊരു ഓർബിറ്റിലേക്ക് ചാടാം,
അല്ലെങ്കിൽ ആ കിട്ടിയ ഊർജം ചെലവഴിച്ച് പുറത്തേക്ക് വീണ്ടും താഴത്തേക്ക് ചാടാം. അങ്ങനെ ചാടുമ്പോൾ വ്യത്യാസമുള്ള ഊർജം പ്രകാശരശ്മിയായി പുറത്തുവിടും. അപ്പൊ പ്രകാശ കണം എന്ന് പറയണം നമുക്ക്. ഇനി പ്രകാശരശ്മി എന്ന് പറഞ്ഞുകൂടാ. ചിത്രത്തിൽ തരംഗമാണ്, പ്രകാശ കണമാവും. ഈ പ്രകാശ കണത്തിന്റെ ഊർജമാണ് താഴത്തെ ഇക്വേഷനിലുള്ളത്, സമവാക്യത്തിലുള്ളത്. അങ്ങനെ സ്റ്റേബിൾ ഓർബിറ്റുകളിലൂടെ ഇലക്ട്രോണുകൾക്ക് സഞ്ചരിക്കാമെങ്കിൽ അവ താഴത്തേക്ക് വീണ് ഈ പ്രപഞ്ചം തന്നെ ഇല്ലാതാവില്ലെന്നും എല്ലാം സുസ്ഥിരമായി നടക്കുമെന്നും ബോർ വാദിച്ചു. പക്ഷെ ബോറിന്റെ ഈ സിദ്ധാന്തത്തിനും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതിനെ കുറച്ചുകൂടി നന്നാക്കാൻ സഹായിച്ചത് സോമർഫീൽഡ് എന്ന് പറയുന്ന മറ്റൊരു സയന്റിസ്റ്റാണ്. പക്ഷെ വീണ്ടും നമ്മൾ ഈ ഓർബിറ്റുകളും ക്വാണ്ടൈസ്ഡ് ആണ്, എനർജി ക്വാണ്ടൈസ്ഡ് ആണ്. അതിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിന്റെ എനർജിക്ക് നിശ്ചിത വാല്യൂ ഉണ്ട്. അതിന്റെ മേലത്തെ ഓർബിറ്റിൽ മറ്റൊരു വാല്യൂ ഉണ്ട്. ഇതിന്റെ രണ്ടു നടുക്ക് ഉള്ള മൂല്യം ഒരു ഇലക്ട്രോണിനും ഇല്ല, അല്ലെങ്കിൽ ആ ഊർജത്തിലുള്ള ഇലക്ട്രോണുകൾ ഇല്ല എന്ന് മനസ്സിലായി. പിന്നീട് 1923 കോംപ്ടൺ എന്ന് പറയുന്ന മറ്റൊരു സയന്റിസ്റ്റ് ഈ പ്രകാശം ഉപയോഗിച്ചുകൊണ്ട് ഇലക്ട്രോണിനെ ഇടിച്ചു. അയാൾ എക്സ്റേസ് ആണ് ഉപയോഗിച്ചത്. അതിന് നല്ല ഊർജം വേണം, അതുകൊണ്ട് എക്സ്റേസ് ഉപയോഗിച്ചു. ഇലക്ട്രോണിനെ ഇടിച്ചപ്പോ ആ ഇലക്ട്രോൺ തെറിച്ചു പോയി. അപ്പൊ ഈ കണങ്ങൾ വന്ന് ഇടിച്ചാലല്ലേ മറ്റൊരു കണം അല്ലെങ്കിൽ ദ്രവ്യ കണം തെറിച്ചു പോകും. അത് കൂടാതെ സ്കാറ്ററായി പോയിരിക്കുന്ന ഫോട്ടോണിന് മറ്റൊരു തരംഗ ദൈർഘ്യമാണുള്ളത്. ഈ രണ്ടിന്റെ ഊർജം നെറ്റെല്ലാം കണക്കൂട്ടി കഴിഞ്ഞാൽ എക്സ്റേയുടെ കണത്തിന്റെ ഊർജത്തിലേക്ക് നമുക്ക് തിരിച്ചെത്താൻ പറ്റും. അപ്പോൾ ഇത് വീണ്ടും പ്രകാശം കണമായി സഞ്ചരിക്കുന്നു എന്നുള്ള സിദ്ധാന്തത്തിലേക്ക് മാടെ ഒന്നുകൂടി ഉറപ്പിച്ചു വന്നു. അങ്ങനെ പ്രകാശവും തരംഗമായിട്ടുമുണ്ട് കണമായിട്ടുമുണ്ട് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അന്നത്തെ ഭൗതിക ശാസ്ത്രജ്ഞർ എത്തി. അപ്പോ എന്തൊക്കെയാണ് നമ്മളിപ്പോ നോക്കിയത്? ഒന്ന്, മാക്സ് പ്ലാങ്ക് ക്വാണ്ട എന്ന് പറഞ്ഞ് ഒരു സിദ്ധാന്തം കൊണ്ടുവന്നു. ക്വാണ്ട എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റും അതിന്റെ ആവൃത്തിയും ചേർന്ന ഊർജത്തിന്റെ ഒരു കണമാണ്. അതിനെ പിന്നീട് ഐൻസ്റ്റൈൻ ഫോട്ടോൺ എന്ന് വിളിച്ചു. നമ്മളൊക്കെയാ വിളിച്ചത്. പിന്നീട് ലൈറ്റ് ക്വാണ്ട എന്ന് വിളിച്ചു. അത് ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്താണെന്ന് വ്യക്തമാക്കി. അവാർഡ്, നോബൽ സമ്മാനവും നേടി. ഒറ്റ ഫോട്ടോൺ ഉപയോഗിച്ചുകൊണ്ട് ഇന്റർഫിയറൻസ് ഉണ്ടാവുമെന്ന് ജെ ടൈലർ തെളിയിച്ചു. അപ്പോ പ്രകാശ തരംഗങ്ങൾ ഇന്റർഫിയറൻസ് പാറ്റേൺ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഒറ്റ ഫോട്ടോണും ഉണ്ടാക്കാൻ പറ്റും. ഫോട്ടോണുകൾക്കും ഉണ്ടാക്കാൻ പറ്റും, ഒരു ഫോട്ടോണിലും ഉണ്ടാക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. ആറ്റത്തിന്റെ മേഖലയിൽ നിന്ന് ആറ്റം എന്താണെന്നുള്ള അന്വേഷണത്തിൽ തോംസൺ തുടങ്ങി റൂദർഫോർഡിലൂടെ ബോറിലെത്തി ഒരു പുതിയ മോഡൽ ഓഫ് ആറ്റം വന്നു. ഇത് പിന്നീട് സോമർഫീൽഡ് കുറെ കൂടി ഇംപ്രൂവ് ചെയ്തു. ഫൈനലി കോംപ്ടൺ പാർട്ടിക്കിൾ നേച്ചർ, പ്രകാശത്തിന്റെ പാർട്ടിക്കിൾ കണികാരൂപം ഉണ്ട് എന്ന് സ്ഥാപിച്ചു. ഈ അടിത്തറയുടെ മേലെയാണ് 1925 ശേഷം ക്വാണ്ടം സിദ്ധാന്തം കെട്ടിപ്പടുക്കുന്നത്. ക്വാണ്ടം സിദ്ധാന്തത്തിലേക്ക് കടക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമ്മൾ കേട്ടമാരത്തെ കഥ വളരെ എളുപ്പമല്ല, വളരെ വളരെ ദുർഗമമായതാണ്, വളരെ വിഷമമുള്ളതാണ്. പിന്നെ 1925 ശരിക്ക് ക്വാണ്ടം സിദ്ധാന്തം എന്ന പ്രയോഗം വന്നത്. സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ അതിനൊരു തിയറി ഉണ്ട്, അത് പ്രൂവ് ചെയ്യണം, പലതും വേണം. അതുകൊണ്ടാണ് 1925 നടന്നത് കൊണ്ടാണ് 2025 ഇതിന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്നത്. അല്ലെങ്കിൽ പഴയ ക്വാണ്ടം സിദ്ധാന്തം മാക്സ് പ്ലാങ്കിന്റെ ആണെങ്കിൽ നമ്മൾ 125 വർഷം പിന്നിട്ടിരിക്കുന്നു. പക്ഷേ പ്ലാങ്ക് വെറുതെ അതിനെ ക്വാണ്ട എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ, അല്ലാതെ അതിനൊരു അടിത്തറ പാകിയിട്ടൊന്നുമില്ല. ഈ ഫിനോമിനകൾ, ഈ പ്രതിഭാസങ്ങളൊക്കെ വന്നപ്പം നമ്മുടെ ക്ലാസിക്കൽ ഭൗതികത്തിന് എല്ലാം വിശദീകരിച്ച് പറയാൻ പറ്റാത്തതായതുകൊണ്ട് നമുക്ക് ആറ്റത്തിന്റെ ഉള്ളിലേക്കും അതിന്റെ ഉള്ളിലേക്കൊക്കെ പോകുമ്പോൾ ഒരു പുതിയ സിദ്ധാന്തം വേണം എന്നുള്ള ആവശ്യം ഉയർന്നു. അതാണ് ക്വാണ്ടം സിദ്ധാന്തം അല്ലെങ്കിൽ ക്വാണ്ടം ഭൗതികം. അതിനെയാണ് നമ്മൾ ആധുനിക ക്വാണ്ടം മെക്കാനിക്സ്, ആധുനിക ക്വാണ്ടം ഭൗതികം അല്ലെങ്കിൽ ക്വാണ്ടം ബലതന്ത്രം എന്ന് പറയുന്നത്. പിന്നെ ഇനി എന്താണ് ഈ ക്വാണ്ടം മെക്കാനിക്സ്? ക്വാണ്ടം മെക്കാനിക്സ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ശ്രമത്തിലാണ് വിദ്യാർത്ഥികളായ നിങ്ങളും അധ്യാപകരായ എൻ്റെ സുഹൃത്തുക്കളും ഞാനും. മാത്രമല്ല ഒരുപാട് ശാസ്ത്രജ്ഞന്മാരും എന്താണ് ഈ സാധനം, എന്താണ് ഈ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് മനസ്സിലാക്കാനുള്ള ശ്രമത്തിലാണ്. ജോൺ ആർച്ചിബാൾഡ് വീലർ എന്ന് പറയുന്ന അമേരിക്കൻ സയന്റിസ്റ്റ് ഉണ്ട്, വളരെ ഫേമസ് ആണ്, വലിയ സംഭാവനകൾ നൽകിയ ആളാണ് ഫിസിക്സിൽ. അയാൾ എന്താ പറഞ്ഞേ?
ക്വാണ്ടം മെക്കാനിക്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ ടോട്ടലി കൺഫ്യൂസ് ആവും. കൺഫ്യൂസ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല എന്ന അർത്ഥം. ഇപ്പൊ നമ്മൾ കുറച്ച് ക്വാണ്ടം മെക്കാനിക്സിന്റെ ബുക്കുകളൊക്കെ ഞങ്ങളെല്ലാം പഠിക്കുന്ന കാലത്ത് ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കണമായിരുന്നു മാസ്റ്റേഴ്സിലെല്ലാം. അതുപോലെ കുറെ ഇന്റർനെറ്റിലും കിട്ടും. ഇതെല്ലാം വായിച്ചിട്ട് എല്ലാവരോടും ഞാൻ ക്ലാസ് എടുക്കാം, എനിക്ക് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞ വെള്ളം പോലെയാന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല എന്നാണ് അർത്ഥം. ഇനി നീൽസ് ബോർ എന്താ പറഞ്ഞത്? നീൽസ് ബോർ മോഡൽ, ആറ്റം മോഡൽ ഓർമ്മയുണ്ടല്ലോ. ക്വാണ്ടം സിദ്ധാന്തം നിങ്ങളെ ഞെട്ടിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായിട്ടില്ല. ആർച്ചിബാൾഡ് വീലർ പറഞ്ഞതിന്റെ മറ്റൊരു രൂപത്തിലാണ് പറഞ്ഞത്. ആർച്ചിബാൾഡ് പറഞ്ഞത് നിങ്ങൾ കൺഫ്യൂസ് ആവുന്നതാണ്, പക്ഷെ നീൽസ് ബോർ പറയുന്നത് അത് കേട്ട് നിങ്ങൾക്ക് ഞെട്ടിപ്പോകുന്നതാണ് പറയുന്നത്. പിന്നെ മറ്റൊരു വലിയ പ്രസിദ്ധനായ റിച്ചാർഡ് ഫെയ്മൻ എന്ന് പറയുന്ന ഫിസിക്സിൽ പിന്നെ വലിയ സംഭാവനകൾ നൽകി, പിന്നീട് ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റിനെ കുറിച്ചൊക്കെ ധാരാളം പുസ്തകങ്ങൾ എഴുതിയ റിച്ചാർഡ് ഫെയ്മൻ പറഞ്ഞത് ക്വാണ്ടം മെക്കാനിക്സ് എന്താന്ന് ചോദിച്ചാൽ ആർക്കും മനസ്സിലായിട്ടില്ല. ചോദിച്ചവരൊക്കെ പറയും കേട്ടോ, എനിക്ക് നന്നായിട്ട് അറിയാനൊക്കെ പറയാം, അത് വേറെ. ആകെ അറിയാവുന്നത് അത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മാത്രമാണ്. 20ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ 21ാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിലുമായി ഈ ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള പല കാര്യങ്ങള്, യന്ത്രങ്ങള്, ക്വാണ്ടം കമ്പ്യൂട്ടറുകള്, അങ്ങനെ പലതും രംഗത്ത് വന്നു. പിന്നെ അപ്പോ അതൊക്കെ ഉള്ളത് കൊണ്ട് ഇത് പ്രവർത്തിക്കുന്നുണ്ട് നമുക്കറിയാം. പക്ഷെ അത് എങ്ങനെയാ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും കുറച്ച് വിഷമം തന്നെയാണ്. അങ്ങനെ മോഡേൺ ക്വാണ്ടം മെക്കാനിക്സിന്റെ അടിത്തറയിലേക്ക് നമ്മൾ പോവുകയാണ്. 23-24 ലൂയി ഡി ബ്രോയി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പേര് ബ്രോഗ്ലി എന്നാണ് നമ്മൾ പണ്ട് പറയാറ്. അയാൾ പറഞ്ഞു, ഈ പ്രകാശത്തിന് പാർട്ടിക്കിൾ സ്വഭാവം, കണികാ സ്വഭാവം ഉണ്ടെങ്കിൽ ദ്രവ്യത്തിന് തരംഗ സ്വഭാവം വേണമല്ലോ, അതില്ലാണ്ട് പറ്റില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു PhD തീസീസ് അതായിരുന്നു, ദ്രവ്യത്തിന്റെ തരംഗ സ്വഭാവം. തരംഗമാണ് ദ്രവ്യമെങ്കിൽ അത് ഇന്റർഫറൻസ് ഉണ്ടാവും, ഡിഫ്രാക്ഷൻ ഉണ്ടാവും, മറ്റു പലതും ഉണ്ടാവും. പിന്നെ 25 മാട്രിക്സ് മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു രീതി ഉപയോഗിച്ചുകൊണ്ട് വെർണർ ഹൈസൻബർഗ് എന്ന് പറയുന്ന ജർമ്മൻ ശാസ്ത്രജ്ഞൻ ക്വാണ്ടം മെക്കാനിക്സിന്റെ അടിത്തറ അല്ലെങ്കിൽ അതിന്റെ ഫ്രെയിം വർക്ക് ഉണ്ടാക്കി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ 25. 26 എഡ്വിൻ ഷ്രോഡിംഗർ എന്ന് പറയുന്ന മറ്റൊരു ജർമ്മൻ ശാസ്ത്രജ്ഞൻ വേവ് മെക്കാനിക്സ് അല്ലെങ്കിൽ തരംഗ ബലതന്ത്രം എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ റഫായിട്ട് പറയാം മലയാളത്തിൽ, മറ്റൊരു ഗണിത ഫ്രെയിം വർക്കിലൂടെ പിന്നെ ക്വാണ്ടം മെക്കാനിക്സ് എന്താണെന്ന് വിശദീകരിച്ചു. 26 മാക്സ് ബോൺ എന്ന് പറയുന്ന ഒരാൾ അതിനൊരു പ്രൊബബിലിസ്റ്റിക് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു തരം വ്യാഖ്യാനം കൊടുത്തു. പിന്നെ 27 വെയ്സൻ ഹൈസൻബർഗ് എന്ന് പറഞ്ഞ ആള്, 25 മാട്രിക്സ് മെക്കാനിക്സ് മുന്നോട്ട് പഠിച്ച ആള് തന്നെ, അദ്ദേഹം അനിശ്ചിതത്വ സിദ്ധാന്തം, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മുന്നോട്ട് വെച്ചു. അത് പ്രകാരം നിങ്ങൾക്കൊരു കണത്തിന്റെ സ്ഥലം, പൊസിഷനും അതിന്റെ ആക്കവും മൊമെന്റവും ഒരേ സമയം നിങ്ങൾക്ക് അളന്നെടുക്കാൻ പറ്റില്ല. ആക്കം കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ അത് എവിടെയാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അത് എവിടെയാണെന്ന് കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ട് അതിനെ ഏകദേശം പിൻ പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ആക്കം മനസ്സിലാവില്ല. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളെയാണ് കോപ്പൻഹേഗൻ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് ഒന്നും തലമുണ്ടാക്കേണ്ട ആവശ്യമില്ല. പിന്നീട് പോൾ ഡിറാക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് റിലേറ്റിവിറ്റിയെ ക്വാണ്ടം മെക്കാനിക്സിലൂടെ വിശദീകരിക്കാൻ ശ്രമിച്ചു. കാരണം വലിയ സാധനങ്ങളുടെ മേഖലയാണ് ആപേക്ഷികത സിദ്ധാന്തവും ന്യൂട്ടോണിയൻ മെക്കാനിക്സും ഒക്കെ. ആറ്റത്തിന്റെ ഉള്ളിലെ കാര്യങ്ങളാണ് ക്വാണ്ടം മെക്കാനിക്സ്. പക്ഷേ ഈ പ്രപഞ്ചം ഉണ്ടാക്കിയിരിക്കുന്നത് ആറ്റങ്ങളെ കൊണ്ട് തന്നെയാണ്. അപ്പോ ക്വാണ്ടം മെക്കാനിക്സ് വലിയതിന് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കേണ്ടി കഴിയണം, വിശദീകരിക്കാൻ കഴിയണം. ക്ലാസിക്കൽ മെക്കാനിക്സ് ആറ്റത്തിന്റെ ഉള്ളിലേത് വിശദീകരിക്കാൻ കഴിയുന്നില്ല. അപ്പോ അങ്ങനെ വഴിമുട്ടി നിന്നിട്ടാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ വന്നത്. ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ, ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളും പിന്നെ ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു സ്വഭാവം വിശദീകരിക്കാൻ 1935 ആൽബർട്ട് ഐൻസ്റ്റീനുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ കോപ്പൻഹേഗൻ ഇന്റർപ്രിട്ടേഷൻ എന്താണ്, അതിലെ പ്രശ്നങ്ങളെ കുറിച്ച് രണ്ടുപേര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഷ്രോഡിംഗറിന്റെ പൂച്ച എന്ന് പറയുന്ന ഒരു തമാശക്കളി, ഒരു പാരഡോക്സ്, വിരോധാഭാസം ഷ്രോഡിംഗറുടെ തലയിൽ ഉദിച്ചത്. അതാണ് ഷ്രോഡിംഗർ കാറ്റ് പാരഡോക്സ് എന്ന് പറയുന്നത്. ഒരുപാട് പേര് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ
എന്താണ് ക്വാണ്ടം മെക്കാനിക്സ് എന്ന് ചോദിച്ചാൽ അപ്പാട് പറയും അത് ഷ്രോഡിംഗറിന്റെ പൂച്ചയാണ് എന്ന് പറയും. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാവരും അറിയുന്ന ധരിക്കും, പക്ഷേ ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല, എനിക്കടക്കം. നമുക്ക് തിരിച്ചു പോവാം. ലൂയി ഡി ബ്രോയി 1923 അയാളുടെ PhD തീസിസ് സമർപ്പിച്ചു. 25 അദ്ദേഹം വേവ് പാർട്ടിക്കിൾ ഡുവാലിറ്റി, തരംഗവും കണികകളും തമ്മിലുള്ള ദ്വന്ദ്വത എന്ന് പറയുന്ന ഒന്ന് അവതരിപ്പിച്ചു. പ്രകാശത്തിന് കണികാ സ്വഭാവം ഉണ്ടെങ്കിൽ ദ്രവ്യത്തിന് തരംഗ സ്വഭാവവും വേണം. അത് ഡേവിസൺ ആൻഡ് ജെർമർ എന്ന് പറയുന്ന 2 പേര്, പിന്നെ ജോർജ് പാഗറ്റ് തോംസൺ അയാളുടെ റിസർച്ച് സ്റ്റുഡന്റ് മറ്റൊരു ഭാഗത്തുമായി 2 ടീം സ്വതന്ത്രമായിട്ട് ഇലക്ട്രോൺ ഒരു ഗണ്ണിന്ന് ഒരേ രേഖയിലുള്ള ഇലക്ട്രോൺസിനെ 2 സ്ലിറ്റുകളിലൂടെ അയച്ചപ്പോൾ ഇതേമാതിരിയുള്ള ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടി. തോമസ് യങ് 1800കളിൽ ചെയ്ത പരീക്ഷണത്തിന്റെ കണികാ പരീക്ഷണമാണിത്. പ്രകാശത്തിന് പകരം ഇലക്ട്രോൺസ് അയച്ചപ്പോഴും ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടി. അതോടുകൂടി ലൂയി ഡി ബ്രോയിയുടെ ഈ പ്രകാശ തരംഗ കണിക ദ്വന്ദ്വത സ്ഥിരീകരിക്കപ്പെട്ടു. പിന്നീട് ഇത് പലരും ആറ്റംസ് ഉപയോഗിച്ചും തന്മാത്രകൾ ഉപയോഗിച്ചും 800 ആറ്റം വരെയുള്ള തന്മാത്രകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പരീക്ഷിച്ചപ്പോഴൊക്കെ തന്നെ ഈ ഇന്റർഫറൻസ് പാറ്റേൺ ഉണ്ടായിരുന്നു. ഇനി നമുക്ക് തിരിച്ചു പോവാം. എന്താണ് ഈ ക്വാണ്ടം ഭൗതികം, അതിന്റെ സ്വഭാവം എന്താ? നമ്മൾ നേരത്തെ ക്ലാസിക്കൽ ഭൗതികത്തിന്റെ സ്വഭാവം പഠിച്ചു. നിരന്തരത, പ്രാദേശികത, തുടർച്ചയായിട്ടുള്ളത്. അങ്ങനെ ക്ലാസിക്കൽ ഭൗതികം അല്ലെങ്കിൽ ക്ലാസിക്കൽ ബലതന്ത്രം നിശ്ചയങ്ങൾക്ക് വഴങ്ങും, ഡിറ്റർമിനിസ്റ്റിക് ആണ് എന്ന് നമ്മൾ കണ്ടു. ഉദാഹരണത്തിന് നമ്മൾ നോക്കിയാലും ഇല്ലെങ്കിലും നമ്മൾ ഘോരഘോരം വാദിച്ചാലും ചന്ദ്രൻ അവിടെ തന്നെ ഉണ്ട്. നമ്മൾ നോക്കുമ്പോൾ മാത്രം ചന്ദ്രൻ അവിടെ ഉണ്ടാവുന്നതല്ല. പക്ഷേ ക്വാണ്ടം ഭൗതികത്തിൽ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, ചന്ദ്രന് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അത് വേറെ കാര്യം, അതാ താഴെ എഴുതിയത്. പക്ഷെ ക്വാണ്ടം ഭൗതികത്തിൽ സാധ്യതകളാണ്. നിങ്ങൾ നോക്കുമ്പോൾ ചിലപ്പോൾ ചന്ദ്രൻ അവിടെ കാണാം, അല്ലെങ്കിൽ ചന്ദ്രൻ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ കാണാം എന്നാണ് ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നത്. അവിടെ സാധ്യതകളേ ഉള്ളൂ, പ്രോബബിലിറ്റി മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് നിശ്ചിതത്വം, ഡിറ്റർമിനിസ്റ്റിക് അല്ല. ചന്ദ്രൻ നമ്മൾ നോക്കുമ്പോൾ എങ്ങനെ കാണപ്പെടാനാണ് സാധ്യത എന്നാണ് ക്വാണ്ടം മെക്കാനിക്സ് പറയാം. പക്ഷേ അല്ലാത്തപ്പോൾ അത് വേറെ എന്തെങ്കിലും അവസ്ഥയിലായിരിക്കും. പക്ഷെ ഓർമ്മിക്കണം, നമുക്ക് ക്വാണ്ടം മെക്കാനിക്സ് ചന്ദ്രനും സൂര്യനും ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇത് ആറ്റോമിക് വേൾഡിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റൂ. ഇതാണ് പക്ഷെ അതിന്റെ സ്വഭാവം. ക്വാണ്ടം ഭൗതികത്തിന്റെ 2 അടിത്തറ പാകിയ 2 ഗംഭീരൻ ശാസ്ത്രജ്ഞന്മാരാണ് എർവിൻ ഷ്രോഡിംഗറും വെർണർ ഹൈസൻബർഗും. 2 പേര്. എർവിൻ ഷ്രോഡിംഗർ വേവ് മെക്കാനിക്സ്, വേവ് എക്സ് അടിച്ചു പോയിട്ടുണ്ട്, മെക്കാനിക്സ് ആണ്, തരംഗ ഭൗതികത്തിലൂടെയാണ് അത് പറഞ്ഞത്. വെർണർ ഹൈസൻബർഗ് ഗണിതത്തിന്റെ രീതിയിൽ ഒരു മാട്രിക്സ് മെക്കാനിക്സിലൂടെയാണ് പറഞ്ഞത്. 2 കടിച്ച പൊട്ടാത്ത ഗണിതം തന്നെയാണ്. നമുക്കതിന്റെ ഇക്വേഷൻ ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും. ഇനി എന്താണ് ഹൈസൻബർഗ് പറഞ്ഞത്? അദ്ദേഹവും മാക്സ് ബോൺ എന്ന് പറയുന്ന ആളും മറ്റു പാസ്കൽ ജോർഡാൻ, അതൊന്നും ഓർമ്മിക്കണ്ട. അവര് ഗണിതത്തിന്റെ രീതി ഉപയോഗിച്ചുകൊണ്ട് ഈ ക്വാണ്ടം മെക്കാനിക്സിന്റെ അടിത്തറ വളരെ നന്നായി വിശദീകരിച്ചു. അതിന് വിശദീകരിക്കാൻ ഉപയോഗിച്ചത് മാട്രിക്സുകളാണ്. നിങ്ങൾ 10-12 ക്ലാസ് വരെ മാട്രിക്സ് പഠിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. മേ ബി പ്രസാദിനോ പ്രമോദ് മാഷ്കോ സനിൽ മാഷ്കോ പറയാൻ പറ്റും. പിന്നെ ഇതാണ് താഴെ കാണിച്ചിരുന്നത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം. നമ്പറുകളുടെ ഒരു നിരയാണ് മാട്രിക്സ് എന്ന് പറഞ്ഞാൽ. ഈ ബ്രാക്കറ്റിനുള്ളിലുള്ളതാണ് മാട്രിക്സ്. അതിൽ എത്രയുണ്ടാവാം. ആ മാട്രിക്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഭൗതിക ഗുണങ്ങളാണ്. ഈ ഭൗതിക ഗുണങ്ങൾ എങ്ങനെ മാറുന്നു എന്ന് കണ്ടെത്താൻ കഴിയുമെന്നാണ് ഹൈസൻബർഗ് പറഞ്ഞത്. ഇതേ മാട്രിക്സിന്റെ രീതി ഞാൻ എന്റെ സിഗ്നൽ പ്രോസസ്സിങ്ങിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഈ മാട്രിക്സ് അല്ല, വേറൊരു തരം മാട്രിക്സ് ആണ്. വേവുകളുടെ ബേസിസ് ഫംഗ്ഷൻ എന്ന് പറയുന്നതിന്റെ മാട്രിക്സുകളാണ് ഞാൻ ഉപയോഗിച്ചത്. എർവിൻ ഷ്രോഡിംഗർ എന്ന തിരിച്ചു വേറെന്നാ പറഞ്ഞത്, ഒരു തരം തരംഗ ഭൗതികത്തിലൂടെ, ബലതന്ത്രത്തിലൂടെ പറയാൻ പറ്റും. വേവ് മെക്കാനിക്സ് കണങ്ങളുടെ സ്വഭാവത്തെ, പ്രത്യേകിച്ച് ഇലക്ട്രോണിന്റെ സ്വഭാവത്തെ തരംഗ രൂപങ്ങളിലൂടെ വിശദീകരിക്കുന്നു. അതൊരു മാത്തമാറ്റിക്കൽ ഫ്രെയിംവർക്കാണ്. അത് ഷ്രോഡിംഗർ ഇക്വേഷൻ എന്ന് പറയുന്ന ഇക്വേഷനുകളിലൂടെയാണ് അത് നമുക്ക് വിശദീകരിക്കാൻ പറ്റുക. ഇതും പ്രോബബിലിറ്റിയുടെ മേലെയാണ്, സംഭാവ്യതയുടെ മേലെയാണ്, അല്ലാതെ തീർച്ചയുടെ മേലെയല്ല. ഈ നിങ്ങളെ മനസ്സിലാക്കാൻ, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ താഴെ ടൈം ഇൻഡിപെൻഡന്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ, ജനറൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ എഴുതിയത്. അത് അവസ്ഥകളും സ്വഭാവങ്ങളും വിശദീകരിക്കുന്നു.
ഇനി ഈ ഇക്വേഷൻ തന്നെ മറ്റൊരു രൂപത്തിലാണിത്. ഇതാണ് ഇടതുവശത്തുള്ളത്. പിന്നെ വേവ് ഫംഗ്ഷൻ സമയത്തിനനുസരിച്ച് എങ്ങനെ മാറും എന്നാണ് പറയുന്നത് ഇടതുവശത്ത്. ആ മാറുന്നത് വിശദീകരിക്കുകയാണ്. വലത്തുവശത്ത് പാർട്ടിക്കിൾ, കണികയുടെ മാസ്, പിന്നെ പൊട്ടൻഷ്യൽ എനർജി ഫംഗ്ഷൻ ഉണ്ട്, വേവ് ഫംഗ്ഷൻ ഉണ്ട്, ആ നീലയിൽ സൈ എന്ന് പറയുന്നത്. പിന്നെ ഒരു മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റർ ഉണ്ട്. നിങ്ങൾ ഈ മാത്തമാറ്റിക്കൽ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ BSc MSc ലെവലിലാണ് ഈ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ആ സ്ക്വയറിൽ കാണിച്ചിരിക്കുന്ന ഡെൽറ്റ സ്ക്വയറിന്റെ എക്സ്പ്ലനേഷൻ. ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ഷ്രോഡിംഗർ ഈ കണങ്ങളുടെ സ്വഭാവങ്ങളെ വിശദീകരിച്ചത്. ഇത് വിശദീകരിക്കുമ്പോൾ നമുക്ക് തിരിച്ച് ബോറിനെ ഒന്ന് ചിത്രത്തിൽ കൊണ്ടുവന്നാൽ, ബോർ പറഞ്ഞിരിക്കുന്ന ഇലക്ട്രോണുകൾ ആറ്റത്തിന് ചുറ്റും ഇങ്ങനെ നിശ്ചിത ഓർബിറ്റുകളിൽ കറങ്ങുന്നത് എത്ര എളുപ്പമായിരുന്നു നമുക്ക്. മാത്രമല്ല അത് ചിത്രം നമുക്ക് മനസ്സിൽ സങ്കല്പിക്കാൻ പറ്റും. നമ്മൾ ചൂട് കൊടുത്താൽ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ കൊടുത്താൽ താഴത്തെ ഓർബിറ്റിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ചാടി മേലത്തെ ഇതിലേക്ക് പോകും. നമ്മുടെ പൊട്ടൻഷ്യലൊക്കെ അങ്ങ് മാറ്റി കഴിഞ്ഞാൽ സൗകര്യം കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ സാധ്യതക്കനുസരിച്ച് അത് താഴേക്ക് ചാടുകയും പ്രകാശത്തിന്റെ കുറച്ച് കണങ്ങളെ ഒന്നോ ചിലപ്പോൾ hν കുറെ എണ്ണം അല്ലെങ്കിൽ ഒന്ന് പുറത്തേക്ക് വിടുകയും ചെയ്യും. അങ്ങനെ ഓർബിറ്റുകളിലാണ്. പക്ഷെ ഇപ്പം ഷ്രോഡിംഗർ പറയുന്നത് ഈ ഓർബിറ്റുകൾ എന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രോണിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധ്യതയുള്ള മേഘങ്ങളാണ്, ക്ലൗഡുകളാണ് ആറ്റത്തിന് ചുറ്റും എന്നാണ്. അപ്പൊ ഹൈഡ്രജന്റെ വിവിധ ഇലക്ട്രോണുകളെ എവിടെയൊക്കെ കാണാനുള്ള പ്രൊബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, അതായത് സാധ്യതകളുടെ ഒരു മേഘത്തിന്റെ ചിത്രമാണ് വലത്തുവശത്ത് കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഇതിനപ്പുറമൊന്നും ആലോചിക്കാൻ പോകണ്ട, കാരണം പിന്നെ നമ്മുടെ തല നന്നായി ചൂടാവും. പക്ഷേ ഇനി ക്വാണ്ടം ഭൗതികത്തിന്റെ സ്വഭാവത്തിലേക്ക് നമുക്ക് വരാം. ഇവര് രണ്ടുപേരും കൂടിയാണ് ഇതൊക്കെ നല്ല സോളിഡ് ആക്കി തയ്യാറാക്കിയത്. പക്ഷേ 4 പ്രധാന സ്വഭാവങ്ങളുണ്ട് ക്വാണ്ടം ഭൗതികത്തിന്. ചിലപ്പോൾ നിങ്ങളുടെ സെമിനാറുകളിൽ ഇത് ഉപയോഗിക്കാൻ പറ്റും. ഒന്ന് സൂപ്പർ പൊസിഷൻ. അത് പറയുന്നത് ഒരു വസ്തു ഒരേ സമയം പല അവസ്ഥകളിൽ ഉണ്ടാവും, പല സ്ഥാനത്തുണ്ടാവും. നമ്മൾ മുൻ ചിത്രത്തിൽ കണ്ട ആ മേഘത്തിന്റെ ക്ലൗഡ് ഇതിൽ റിങ്ങിൽ എവിടെയെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ അതിന് വിവിധ മൊമെന്റം ഉണ്ടാവും. ആക്കം ആയെന്നോ പറയാന്നറിയില്ല, ചില സ്ഥലത്ത് ആയെന്നും കണ്ടു. പിന്നെ അതിന് സ്പിന്ന് വ്യത്യസ്തമായിരിക്കും. ഇതൊക്കെ ഒരു ഉദാഹരണം ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ. നമ്മളൊരു കോയിൻ ഇങ്ങനെ ടോസ് ചെയ്തു. ക്രിക്കറ്റ് കളിക്കുന്നതിന് തുടക്കത്തിൽ നമ്മൾ ടോസ് ചെയ്യും, ആർക്കാൾ ടോസ് കിട്ടുന്നത് നോക്കാൻ. ഈ ടോസ് ഇങ്ങനെ ആകാശത്തിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുമ്പോൾ ഏത് സൈഡാണ് നമ്മൾ കാണുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അത് 2 അവസ്ഥയിലാണ്, ഒന്നിക്ക് ഹെഡ് അവസ്ഥയിൽ അല്ലെങ്കിൽ ടെയിൽ അവസ്ഥയിൽ. പക്ഷെ അത് നിലത്ത് വീണ് കഴിഞ്ഞ ഉടൻ അത് ഹെഡോ ടെയിലോ ആയി മാറും. അതായത് നമ്മൾ അതിനെ അളക്കാൻ നോക്കും. നമ്മൾ നിരീക്ഷിക്കുമ്പോൾ താഴെ വീണാലേ നിരീക്ഷിക്കാൻ പറ്റൂ. നിരീക്ഷിക്കുന്ന മോമെന്റ് തന്നെ അത് ഒന്നിക്കൽ ഹെഡ് ആയിരിക്കും അല്ലെങ്കിൽ ടെയിൽ ആയിരിക്കും, അങ്ങനെ വീണിട്ടുണ്ടാവുക. പിന്നെ ഇലക്ട്രോൺ ഇന്റർഫിയർ ചെയ്താൽ ഒരു പരീക്ഷണത്തിൽ ഒരു സിംഗിൾ ഇലക്ട്രോണിനെ 2 സ്ലിറ്റുകളിലൂടെ കടത്തിവിട്ടിരുന്നു. നിങ്ങൾക്ക് ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും, ഒരു ഇലക്ട്രോൺ ഒരു സ്ലിറ്റിലൂടെയല്ലേ കടന്നു പോകും, അതിന് മടങ്ങി വന്ന് മാറ്റി 2ാമത്തെ സ്ലിറ്റിലൂടെ പോകാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു ഇലക്ട്രോൺ ഉപയോഗിച്ചാൽ നമുക്ക് ഒരു ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടില്ല, പക്ഷെ കിട്ടുന്നുണ്ട്. അതേസമയം ഇത് ഏത് സ്ലിറ്റിലൂടെയാ വന്നതെന്ന് നോക്കാൻ വേണ്ടി നമ്മുടെ ഒരു ഇലക്ട്രോൺ ഡിറ്റക്ടറുള്ള ഒരു ഉപകരണം അവിടെ വെച്ച് ശ്രമിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ പാറ്റേൺ ഇല്ലാണ്ടാവും. ഇത് അളക്കലുമായി ബന്ധപ്പെട്ട ഒന്നാണ്. പിന്നെ വരും. പിന്നെ നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ ഇപ്പോൾ ഞാൻ എൻ്റെ മുന്നിലുള്ള കമ്പ്യൂട്ടറിലും നിങ്ങളുടെ സെൽഫോണിലുള്ളതിലും ഒക്കെ തന്നെ കണക്കുകളുണ്ട്, കമ്പ്യൂട്ടിംഗ് ഉണ്ട്. ആ കമ്പ്യൂട്ടറുകളിൽ 2 ലോജിക്കൽ സ്റ്റേറ്റ് ആണ്. AB എന്ന് പറയുന്നത്, ഞാൻ ചിത്രത്തിൽ താഴെ ഒരു ഏറ്റവും സിമ്പിൾ ഗേറ്റ് കാണിച്ചിട്ടുണ്ട്. നാൻഡ് ഗേറ്റ് എന്നാണ് പറയാ. 2 ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ഉണ്ടാവും. 2 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അതിൽ ഏതെങ്കിലും 1 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. 2 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അപ്പോ ഇങ്ങനെയുള്ള 0 1 നമ്മുടെ കമ്പ്യൂട്ടറുകളിലൊക്കെ ഉള്ളൂ, നമ്മുടെ സെൽഫോണുകളിലും ഒക്കെ ഉള്ളൂ. പക്ഷേ ക്വാണ്ടം കമ്പ്യൂട്ടറുകളിൽ ഇപ്പൊ ചൈനക്കാർ ഏറ്റവും ഫാസ്റ്റ് ക്വാണ്ടം കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചു. ഗൂഗിൾക്കാർ മറ്റൊരു ക്വാണ്ടം കമ്പ്യൂട്ടർ ഉണ്ട്, IBM വേറൊന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പേപ്പറിലൊക്കെ വായിക്കാറുണ്ട്. അതിന്റെ സ്പീഡും ഒക്കെയാണ് അത് പറയാം. അതില് ക്യൂബിറ്റ്സ് എന്നാണ് പറയാം, ക്വാണ്ടം ബിറ്റ്സ്. ഈ ക്വാണ്ടം ബിറ്റ്സിന് 0 1 അല്ല, 0ന്റെ ഇടയിലും
പൂജ്യത്തിന്റെ ഒന്നിന്റെ ഇടയിലും ഒന്നും പൂജ്യത്തിന്റെ ഇടയിലുള്ള പല അവസ്ഥകളിൽ നിൽക്കാൻ പറ്റും. അങ്ങനെ അവസ്ഥകളിൽ നിൽക്കുന്നത് കൊണ്ടാണ് ക്വാണ്ടം കമ്പ്യൂട്ടർ വളരെ ഫാസ്റ്റ് ആവുന്നത്. ഇനി ക്വാണ്ടം കമ്പ്യൂട്ടർ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാ ഈ ക്യൂബിറ്റ്സ് ഉപയോഗിക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്കും കൈപൊക്കേണ്ടി വരും, എനിക്കും അറിയില്ല. അവസാനമായി ഈ ഷ്രോഡിംഗറിന്റെ പൂച്ച ഈ സൂപ്പർ പൊസിഷൻ എന്താണ് എന്ന് നമ്മളോട് വളരെ നന്നായിട്ട് പറഞ്ഞു തരും. ഇതാണ് ഒന്നാമത്തേത്. 2 എൻറ്റാങ്കിൾമെന്റ്. ഉദാഹരണത്തിന് 2 കണികകൾ ഒരേ ഇതിൽ നിന്ന് പുറപ്പെടുകയാണെങ്കിൽ അവർ പ്രകാശവർഷം അകലെ പോയാലും ഒരു കണികയിൽ നിങ്ങൾ അളക്കാനോ എന്തെങ്കിലും ശ്രമിച്ചാൽ മറ്റേ കണികക്കും അത് അറിയും, മറ്റേ കണികയിലും ആ വ്യത്യാസം കാണിക്കും. ഭയങ്കര തലയിൽ കയറാത്ത കുറെ കാര്യങ്ങളാണ്. വളരെ നല്ലൊരു കാർട്ടൂൺ ഇപ്രാവശ്യത്തെ ശാസ്ത്രഗതിയിലുണ്ട്. ഞാനത് നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് വായിച്ച് പറയാം. തോന്നുന്നത് ഒറ്റ മിനിറ്റ്, ഒരു സെക്കൻഡ് ഒന്ന് എടുക്കട്ടെ. അപ്പോ അത് പറയാണ്, ഒരാൾ മറ്റൊരാളോട് പറയാണ്, 2 കണങ്ങൾ ഒരേ ക്വാണ്ടം അവസ്ഥയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോ വേർപിരിയുന്നു, എന്നിട്ട് 2 സ്ഥലത്തേക്ക് പോകുന്നു. ഒന്ന് പ്രപഞ്ചത്തിന്റെ ഇടതുവശത്തേക്ക് പോകുന്നു, മറ്റൊന്ന് പ്രപഞ്ചത്തിന്റെ വലത്തുവശത്തേക്ക് പോകുന്നു. അപ്പൊ മറ്റേയാൾ പറയണം, അയ്യോ കഷ്ടം, അവര് വേർപിരിഞ്ഞു പോയി. പക്ഷേ പ്രകാശവർഷങ്ങൾക്ക് അകലെ ആയാൽ പോലും അവ പരസ്പര ബന്ധത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കും. അതിൽ ഏതെങ്കിലും ഒരാളുടെ ഗുണം നമ്മൾ അളക്കാൻ ശ്രമിച്ചാൽ മറ്റേ ആളുടെ അത് അറിയും, അല്ലെങ്കിൽ മറ്റേ ആളിന്റെ ഗുണത്തിലും മാറ്റം വരും. ഇതിനെയാണ് എൻറ്റാങ്കിൾമെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ ഇംഗ്ലീഷിൽ കുറെയാണ് ഞാൻ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് സ്പിൻ എന്ന് പറഞ്ഞിട്ടുള്ള ചില പ്രോപ്പർട്ടി ഉണ്ട്, അപ്പ് ഉണ്ട്, ഡൗൺ ഒക്കെ ഉണ്ട്. അപ്പോ ഇടത്ത് വശത്തേക്ക് പോയ ഫോട്ടോണിന്റെ സ്പിന്ന് നമ്മൾ നോക്കിയാൽ വലത്തുവശത്തെ ഫോട്ടോണിന്റെ സ്പിന്നും മാറും. അതുപോലെ ഡൗൺ ആണെങ്കിൽ അത് അപ്പ് ആണെങ്കിൽ അതൊക്കെ മാറ്റങ്ങളും മനസ്സിലാക്കാനും പറ്റും. ക്വാണ്ടം അൽഗരിതം എന്ന് പറയുന്ന ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പിന്നീട് വരാം അതിലേക്ക്. മറ്റൊന്ന് ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഇതുണ്ട്. രഹസ്യങ്ങൾ അയക്കാനുള്ളൊരു രീതിയാണ്. ഒരു തരം നമ്മൾ എന്താ പറയുക, അതിനെ നമ്മൾ ഗൂഗിളിലും വാട്സപ്പിലൊക്കെ അയക്കുമ്പോൾ പറയാറുണ്ട് ഇത് പ്രൊട്ടക്റ്റഡ് ആണ്. അങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് ക്രിപ്റ്റോളജി. അതിന്റെ ഒരു ക്വാണ്ടം ക്രിപ്റ്റോഗ്രഫി എന്ന് പറയുന്ന മേഖലയിൽ ഈ എൻറ്റാങ്കിൾമെന്റിനെ ഉപയോഗിക്കുന്നുണ്ട്. ആർക്കെങ്കിലും അധ്യാപകർക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ നന്നായി വായിക്കണമെങ്കിൽ ഞാൻ മേലെ ഒരു വെബ്സൈറ്റ് ഇട്ടിട്ടുണ്ട്, nature.com പോയാൽ മതി. അതിൽ ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്വാണ്ടം എൻറ്റാങ്കിൾമെന്റിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾസ് ഉണ്ട്. കുറെ കഠിനം തന്നെയാണ്, എന്നാൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. പിന്നെ ഒന്ന് ക്വാണ്ടം ടണലിംഗ് എന്ന് പറഞ്ഞാണ്. ക്ലാസിക്കൽ മെക്കാനിക്സിൽ ചിത്രത്തിൽ കാണിച്ചതുപോലെ ഒരു വലിയ കുന്നുണ്ടെന്ന് കരുതൂ. നമ്മളൊരു വലിയ ബോൾ മേലേക്ക് ഉരുട്ടി വിടുവാണ്, എറിയല്ല, ഉരുട്ടി വിടുവാണ്. ഗുരുത്വാകർഷണം ഉള്ളത് കൊണ്ട് ഇതിന് വേണ്ടത്ര ഊർജത്തോടു കൂടി നമ്മൾ തള്ളി വിട്ടിട്ടില്ലെങ്കിൽ ഇത് കുറേ മേലോട്ട് പോയിട്ട് താഴേക്ക് തന്നെ തിരിച്ചു വീഴും. നാരായണത്ത് ഭ്രാന്തന്റെ കഥ കേട്ടിട്ടുണ്ടല്ലോ, കല്ലുരുട്ടി കുന്നിന്റെ മേലെ കൊണ്ടുപോയിട്ട് അത് വിട്ട് കഴിഞ്ഞാൽ താഴേക്ക് തന്നെ വരും. ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ക്വാണ്ടം ഭ്രാന്തന്റെ സ്വഭാവം എന്താന്ന് വെച്ചാൽ, ഈ ബോള് ക്ലാസിക്കൽ ഭൗതികത്തിൽ ആരെങ്കിലും തള്ളി കുന്നിന്റെ മേലെ കൊണ്ടുപോയി താഴേക്ക് വിടണം, വലത്തുവശത്തേക്ക്. പക്ഷേ ക്വാണ്ടം മെക്കാനിക്സിൽ ഒരു കണിക അല്ലെങ്കിൽ പ്രകാശത്തിന്റെ ഒരു ഫോട്ടോൺ ഈ ബാരിയറിനെ ചിലപ്പോഴൊക്കെ മേലെയൊന്നും പോണ്ട, ഇതിന്റെ പുറത്തേക്ക് എത്തും തന്നാലെ. ഉദാഹരണത്തിന് നിങ്ങളൊരു വലിയ പാത്രത്തിൽ ഒരു ബോൾ ഇട്ട് വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കൂ, ഒരു അലൂമിനിയത്തിന്റെ ഒരു ചെറിയൊരു വലിയ പാത്രം. ആ ബോളിന് ഒരു വിധത്തിലും ആ അലൂമിനിയം പാത്രത്തിന്റെ വക്കിലൂടെ കയറി നിങ്ങളുടെ മുന്നിൽ വീഴാൻ പറ്റില്ല. പക്ഷേ ക്വാണ്ടം ഭൗതികത്തിൽ ചിലപ്പോൾ ഈ ബോൾ നിങ്ങൾ നോക്കുമ്പോൾ ഈ പാത്രത്തിന്റെ പുറത്ത് കാണാൻ പറ്റും. ഇതിനെയാണ് ക്വാണ്ടം ടണലിംഗ് എന്ന് പറയുന്നത്. ഈ ക്വാണ്ടം ടണലിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഒരു മൈക്രോസ്കോപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ക്വാണ്ടം ടണലിംഗ് മൈക്രോസ്കോപ്പ്. ആറ്റോമിക് ലെവലിൽ വസ്തുക്കളുടെ ആറ്റോമിക് ലെവലിലുള്ള ചിത്രങ്ങൾ എടുക്കാൻ ക്വാണ്ടം ടണലിംഗ് മൈക്രോസ്കോപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതെടുത്തിരിക്കുന്ന ഗ്രാഫൈറ്റിന്റെ ആറ്റങ്ങളുടെ ഒരു ചിത്രമാണ് ഇടത്തുവശത്ത് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ ക്വാണ്ടം ടണലിംഗ് ഡയോഡ് എന്ന് പറഞ്ഞിട്ട് ഇലക്ട്രോണിക്സിലുണ്ട്. ട്രാൻസിസ്റ്ററുകളിൽ ഈ സിദ്ധാന്തം ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പലതരത്തിലുള്ള ട്രാൻസിസ്റ്ററുകളിൽ ടണലിംഗ് ട്രാൻസിസ്റ്റർ ഉണ്ട്, ടണലിംഗ് ഡയോഡ് ഉണ്ട്, പലതിലും ഉണ്ട്. സെമി കണ്ടക്ടർ അർദ്ധചാലകങ്ങളിലൊക്കെ തന്നെ ഇതിന്റെ ഉപയോഗം ഉണ്ട്. ഇതാണ് കുറച്ചുകൂടി മേലത്തെ ചിത്രത്തെക്കാൾ കുറച്ച് ബെറ്റർ ഒരു ചിത്രം കിട്ടിയതുകൊണ്ടാണ് പിന്നെ ഇട്ടത്. ക്ലാസിക്കൽ പിക്ചറിൽ ഈ ഇലക്ട്രോൺ പോയിട്ട് ആ
റെഡ് കളറിലുള്ള മതിലിന് ഇടിക്കും. ഈ മതിലിനെ പൊട്ടിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാൻ പറ്റില്ല ഒരു ബോളിന്. അപ്പൊ അത് തിരിച്ച് ബൗൺസ് ചെയ്യും. പക്ഷേ ക്വാണ്ടം ലോകത്താണെങ്കിൽ ഈ ഇലക്ട്രോണിന്റെ വേവാണ് വരുന്നത്. ആ വേവ് ഈ മതിൽ അവിടെ ഇല്ലാത്തതുപോലെ അങ്ങ് കടന്ന് അപ്പുറം പോകും. അങ്ങനെയാണ് നമുക്ക് ഈ അലൂമിനിയം പാത്രത്തിന്റെ പുറത്ത് ബോളിനെ കാണാൻ പറ്റുന്നത്. കാരണം ബോളിന്റെ വേവ് ഫംഗ്ഷൻ ആണ് നമ്മൾ കാണുന്നത്. പിന്നെ ഇതാണ് ടണലിംഗ്. അവസാനമായി 4ാമത്തെ സ്വഭാവമാണ് അനിശ്ചിതത്വം. ചില ഭൗതിക ഗുണങ്ങളുടെ ജോഡികൾ, എല്ലാം അല്ല, ചില ജോഡികൾ ഒരേ സമയം കൃത്യതയോടെ നിങ്ങൾക്ക് അളക്കാനാവില്ല. ഉദാഹരണത്തിന് ഒരു കണികയുടെ സ്ഥാനം കൃത്യമായി അളക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ അതിന്റെ ആക്കം അവ്യക്തമാവും. ഇത് ഹൈസൻബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളാണ്, അനിശ്ചിതത്വ സിദ്ധാന്തമാണ്. ഉദാഹരണത്തിന് പുറത്ത് കാണിച്ചിരിക്കുന്നത്, ഇക്വേഷൻ കാണിച്ചിരിക്കുന്നത് ഡെൽറ്റ എക്സ്, അതിന്റെ സ്ഥാനം നിർണ്ണയിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ ആക്കം അവ്യക്തമാവും. കാരണം ആക്കവും സ്ഥാനവും തമ്മിലുള്ള ഗുണനം ചെയ്താൽ അത് പ്ലാങ്ക് കോൺസ്റ്റന്റ് ഡിവൈഡഡ് ബൈ 2 ആയിരിക്കണം. അപ്പം ഒന്ന് കൂടിയാൽ, അതായത് കൂടുതൽ വ്യക്തതയോടെ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ മറ്റത് അവ്യക്തമാവണം എന്നുള്ളത് നിർബന്ധമാണ്. അല്ലെങ്കിൽ ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യും. അത് ബാധിക്കില്ല, അത് നടക്കില്ല പ്രപഞ്ചത്തിൽ. ഇതാണ് അളക്കലിലുള്ള പ്രശ്നങ്ങൾ. ഇത് തന്നെയാണ് നമ്മൾ അവസാനം വീണ്ടും പിന്നെ ഷ്രോഡിംഗറിന്റെ പൂച്ചയിൽ കാണാൻ പോകുന്നത്. ഓക്കെ, അവസാനത്ത് ഷ്രോഡിംഗറിന്റെ പൂച്ച എന്താണിത്? ഇതൊരു പരീക്ഷണമാണ്, ഒരു ചിന്താ പരീക്ഷണമാണ്, ശരിക്കുള്ള പരീക്ഷണമല്ല. ഒരു പൂച്ചയും മരിക്കുന്നില്ല, നിങ്ങൾ ആരും വിഷമിക്കണ്ട. പക്ഷെ ഇതൊരു ചിന്താ പരീക്ഷണമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഷ്രോഡിംഗർ കോപ്പൻഹേഗൻ ചർച്ചകളെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ ഈ അനിശ്ചിതത്വവും ഇങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് എന്ന് ഐൻസ്റ്റൈനെ പറഞ്ഞ് മനസ്സിലാക്കാനാണ് ഈ പരീക്ഷണം പറഞ്ഞത്. എന്താണ് പരീക്ഷണം? ഒരു വലിയ പെട്ടിയുണ്ട്, ആ പെട്ടിയിനുള്ളിൽ ഒരു പൂച്ചയുണ്ട്. ആ പെട്ടിക്കുള്ളില് ഷ്രോഡിംഗർ പറഞ്ഞത്, ഞാൻ അപ്പുറം ഉണ്ടോ നോക്കട്ടെ, ഇല്ല. ഷ്രോഡിംഗർ പറഞ്ഞത് അവിടെ ഒരു റേഡിയോ ആക്റ്റീവ് സാധനം വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പുറത്തേക്ക് ചാടിയാൽ, അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസോ ന്യൂട്രോണോ ആൽഫ പാർട്ടിക്കിളോ എന്തെങ്കിലും പുറത്തു വന്നാൽ ഒരു യന്ത്രം പ്രവർത്തിച്ചിട്ട് ഈ വിഷമുള്ള കുപ്പി പൊട്ടിക്കും. അപ്പൊ ഈ പൂച്ച ഈ വിഷം കുടിക്കാൻ സാധ്യതയുണ്ട്, കുടിക്കും, അങ്ങനെ പൂച്ച മരിക്കും. പക്ഷെ അത് സംഭവിക്കുക ആ ആൽഫ പാർട്ടിക്കിളോ ഇലക്ട്രോണോ പുറത്ത് ചാടിയാൽ മാത്രമേ പറ്റൂ. പക്ഷെ പൂച്ചയെയും ഈ യന്ത്ര സംവിധാനങ്ങളും ഒക്കെ തന്നെ ഒരു പെട്ടിക്കുള്ളിൽ, പുറത്തുനിന്ന് കാണാൻ പറ്റാത്ത പെട്ടിക്കുള്ളിൽ പൂട്ടിയിരിക്കുകയാണ് എല്ലാം. അപ്പോ പുറത്തുനിന്ന് നോക്കിക്കൊണ്ട് നമുക്ക് ഒരിക്കലും പൂച്ച മരിച്ചിട്ടുണ്ടോ അല്ല ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പറയാൻ പറ്റില്ല. ഒരു തരം അനിശ്ചിതത്വം ഉണ്ട് അതിൽ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കണം, അതായത് അതിനെ അളക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ നിരീക്ഷിക്കാൻ ശ്രമിക്കണം. നമ്മൾ പെട്ടിയുടെ മൂടി തുറക്കുന്നു. പെട്ടിയുടെ മൂടി തുറന്നു കഴിഞ്ഞാൽ ഈ രണ്ട് അവസ്ഥയിലും ഏതോ അവസ്ഥയിലായിരുന്നു, അല്ലെങ്കിൽ അതിന്റെ ഒരു സമ്മിശ്ര അവസ്ഥയിലായിരുന്നു പൂച്ച. പക്ഷേ തുറന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും പൂച്ച മരിച്ചിട്ടില്ല, അല്ലെങ്കിൽ പൂച്ച മരിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റേ ഗുണം, മറ്റേ അവസ്ഥ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായി പോയി. അങ്ങനെയാണ് ക്വാണ്ടം ലോകത്ത് നിങ്ങൾ ഒന്ന് അളക്കാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ, അല്ലെങ്കിൽ ഒരു നിരീക്ഷിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എത്ര അവസ്ഥയുണ്ടെങ്കിലും, 10 അവസ്ഥയുണ്ടെന്ന് കരുതിക്കോളൂ നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി, അതിലെ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ മാത്രമേ ആ കണികയെ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. ഇതാണ് ഷ്രോഡിംഗർ ഐൻസ്റ്റൈനോട് ഈ പൂച്ചയുടെ കഥയിലൂടെ പറയാൻ ശ്രമിച്ചത്. ഇതൊക്കെയാണ് ബേസിക്കലി ക്വാണ്ടം മെക്കാനിക്സ്. ഇനി ക്വാണ്ടം ഭൗതികത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? സത്യത്തിൽ ക്വാണ്ടം ഭൗതികത്തിന് ഒരു പ്രശ്നവുമില്ല. ക്വാണ്ടം ഭൗതികത്തിന്റെ ആകെ പ്രശ്നം എന്താ വെച്ചാൽ അത് വളരെ സങ്കീർണമാണ്. അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നന്നായി തല പുകക്കണം. അത് എത്ര നിങ്ങൾ മനസ്സിലായി എന്ന് പറയുകയാണെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവില്ല. ഈ ക്വാണ്ടം ഭൗതികം ഇത്രയൊക്കെ വികസിപ്പിച്ച കാലത്ത് ഒരുപാട് ശാസ്ത്രജ്ഞന്മാർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവർക്ക് ഈ കൺഫ്യൂഷന്റെ ഇടയിലാണ് അവർ ആലോചിച്ചത്, ഈ ഇന്ത്യയിലൊക്കെ പറയുന്ന വേദിക് ശാസ്ത്രം, തത്വശാസ്ത്രം, ഇന്ത്യൻ ഫിലോസഫി, ബുദ്ധന്റെ ഫിലോസഫി ഒക്കെ ആയിട്ട് അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. ശ്രീകൃഷ്ണൻ മഹാഭാരത യുദ്ധം നടക്കുമ്പോ അർജുനൻ പറയാണ്, ഞാൻ എൻ്റെ ബന്ധുക്കളെ, എൻ്റെ ഗുരുക്കന്മാരെ, എൻ്റെ ജ്യേഷ്ഠന്മാരെ, എൻ്റെ സഹോദരന്മാരെ ആരെയും ഞാൻ കൊല്ലില്ല, എനിക്ക് കൊല്ലാൻ പറ്റില്ല, അതെങ്ങനെ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞ് അമ്പും വില്ലും ഒക്കെ
തേരിന്റെ തട്ടിലെറിഞ്ഞ് അവിടെ കുത്തിയിരിക്കുകയാണ്. അപ്പോ കൃഷ്ണൻ അർജുനനോട് പറയാണ്, കഥയാണ് കേട്ടോ, തികച്ചും കഥ, പറയാണ്, എടോ അർജുന, ഇങ്ങനെ ശരീരം അല്ലെങ്കിൽ ഇതൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ശരീരം എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ഒരു വസ്ത്രം മാത്രമാണ്. ഈ വസ്ത്രം അങ്ങ് ഊരി എറിയാണ്. മരിക്കുമ്പോൾ നിങ്ങൾ ഈ വസ്ത്രം അങ്ങ് എറിയാണ്. ആത്മാവ് വേറെ എവിടേക്കോ പോകുന്നു. അത് മറ്റൊരു വസ്ത്രം ധരിച്ച് മറ്റൊരു മനുഷ്യനായി വരും എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ നിഗൂഢതാവാദം, മിസ്റ്റിസിസം, അല്ലെങ്കിൽ ഇന്ത്യൻ തത്വശാസ്ത്രം, വേദിക് തത്വശാസ്ത്രം എന്നൊക്കെ പറയുന്നത്. ഇതുമായി ബന്ധമുണ്ട് എന്ന്, അല്ലെങ്കിൽ ഇതിന്റെ ഈ കൺഫ്യൂഷൻ അന്നത്തെ പല ശാസ്ത്രജ്ഞന്മാരെയും ബാധിച്ചിരുന്നു. ഒരാൾ ഒഴികെ. ആരാണത്? നിങ്ങൾക്ക് ഏകദേശം ഗസ് ചെയ്യാൻ പറ്റും. ആൽബർട്ട് ഐൻസ്റ്റൈൻ തന്നെ. ആൽബർട്ട് ഐൻസ്റ്റൈൻ എല്ലാ കാലത്തും തന്നെ ശാസ്ത്രത്തിന്റെ രീതി വിട്ടുമാറാൻ, കടുകിട പോലും വിട്ടുമാറാൻ തയ്യാറായിരുന്നില്ല. ഷ്രോഡിംഗർ ഭയങ്കരമായി കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഹൈസൻബർഗ് മരണത്തിന്റെ അവസാനം വരെ ഈ കൺഫ്യൂഷൻ എന്നാലും മാത്രമല്ല, ഇങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ നമ്മുടെ തലയിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ സയൻസ് ഒക്കെ വിട്ടിട്ട് വേറെതിലേക്ക് പോകും. അങ്ങനെയുള്ള രീതിയിലേക്ക് ഹൈസൻബർഗ് പോവുകയും നാസികളുടെ കൂടെ ചേർന്ന് നാസികൾക്ക് വേണ്ടി ആറ്റം ബോംബ് ഉണ്ടാക്കുന്ന പ്രോജക്റ്റിലൊക്കെ പങ്കെടുക്കുകയും ചെയ്തു. പക്ഷെ അയാൾക്ക് ആറ്റം ബോംബ് ഒന്നും ഉണ്ടാക്കാനുള്ള കഴിവൊന്നുമില്ല. നന്നായിട്ട് മാത്തമാറ്റിക്സ് അറിയുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഭാഗ്യത്തിന് ആറ്റം ബോംബ് ഒന്നും ഉണ്ടായില്ല. പിന്നെ ജോൺ ആർച്ചിബാൾഡ് വീലർ, മറ്റൊരു പ്രശസ്ത ശാസ്ത്രജ്ഞൻ, ഇവർക്കൊക്കെ ഇത്തരം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ക്രമേണ ഷ്രോഡിംഗറും മറ്റൊരു ശാസ്ത്രജ്ഞൻ, ജസ്റ്റ് നിങ്ങൾക്ക് പേര് പറഞ്ഞു തരാം, വിഗ്നർ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ, ഈ വിഗ്നറും ഷ്രോഡിംഗറൊക്കെ ഇതിൽ നിന്ന് പുറത്തു വന്നു. ഇത് പ്യൂർ മാത്തമാറ്റിക്സ് ആണ്, ഭൗതിക ലോകത്തെ കുറിച്ചാണ് എന്ന് പറഞ്ഞു. മറ്റൊന്നുമില്ല. അതിന് ബുദ്ധമതവുമായിട്ടോ ഇന്ത്യൻ വൈദിക തത്വശാസ്ത്രമായിട്ടോ ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞു. ഇനി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് തോന്നും, എടാ നമ്മുടെ പണ്ടത്തെ ഋഷിമാർക്ക് ഈ ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ അറിയാമായിരുന്നു എന്ന്. അവർക്ക് അറിയുമായിരുന്നില്ല. അവർക്ക് ശനി, വ്യാഴം, ശനി വരെയുള്ള 5 ഗ്രഹങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും ഗ്രഹങ്ങളായിട്ടാണ് അവർ കണക്കാക്കിയത്. അത്രയേ അവരുടെ അറിവ് പോയിട്ടുള്ളൂ. ഈവൻ ആര്യഭട്ടക്കടക്കം അത്രയേ പോയിരുന്നുള്ളൂ. വരാഹിമിഹിരനും ബ്രഹ്മഗുപ്തന്മാരുടെ പ്രശസ്തരായവർക്ക് കൂടി ഇതൊക്കെ അറിയുമായിരുന്നുള്ളൂ. അവർക്ക് ഒരിക്കലും സൂര്യൻ ഒരു നക്ഷത്രമാണെന്നോ അതിന്റെ ഉള്ളിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുകയാണെന്നോ അറിയുമായിരുന്നില്ല. പിന്നെ അതൊക്കെ അറിയാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഈ ക്വാണ്ടം ഭൗതികത മനസ്സിലാക്കാനാവില്ലല്ലോ. അപ്പോ ഇങ്ങനെ ജീർണവസ്ത്രത്തിന്റെ കഥയൊക്കെ പറഞ്ഞ് നടന്ന ഋഷിമാരൊന്നും തന്നെ ക്വാണ്ടം ഭൗതികതയൊന്നും അറിയുമായിരുന്നില്ല. അവർ നന്നായിട്ട് ഭംഗിയിൽ നമുക്ക് രസം പിടിപ്പിക്കുന്ന തരത്തിൽ കഥകൾ പറഞ്ഞു തരുമായിരുന്നു. ഇത് പഴയത്. ഇനി പുതിയ കുറെ കച്ചവടക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഇന്ത്യക്കാരനായ ദീപക് ചോപ്ര എന്ന് പറയുന്ന ആൾ അമേരിക്കയില് ഈ ക്വാണ്ടം മെക്കാനിക്സും ക്ലാസിക്കൽ മെക്കാനിക്സും അതിന്റെ കൂടെ നമ്മുടെ ബോധം, കോൺഷ്യസ്നെസ്, ഇതും കൂടി വേണം. അങ്ങനെയാണ് ഈ ലോകം. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു അമേരിക്കക്കാരന്റെ കോൺഷ്യസ്നെസ്സിലൂടെ കാണുന്ന ലോകമായിരിക്കില്ല ഇന്ത്യക്കാരൻ കാണുന്നത്, അല്ലെങ്കിൽ ഒരു ജപ്പാനീസുകാരൻ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് അധികം ബുദ്ധിയൊന്നും ഇല്ലാത്ത വെള്ളക്കാരെയും ജപ്പാൻകാരെയും ഇന്ത്യക്കാരെയൊക്കെ നന്നായി കുഴക്കി നല്ലോണം കാശൊക്കെ ആക്കിയിട്ട് സുഖമായി കഴിയുന്നുണ്ട്. ആളുകളെ നന്നായി തെറ്റിദ്ധരിപ്പിക്കുന്ന മറ്റൊരു കക്ഷിയായിരുന്നു ഫ്രിജോഷ് കാപ്ര എന്ന് പറഞ്ഞ ഒരാള്. പിന്നെ മറ്റൊരാള് ഗാരി സുക്കോ എന്ന് പറഞ്ഞ മറ്റൊരാള്. അവർ പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട്. ദ ഫിസിക്സ് ഓഫ് താവോ, അല്ല ദ താവോ ഓഫ് ഫിസിക്സ് എന്നും അതുപോലെ ദ ഡാൻസിങ് ബൂലി മാസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അവർ പറയുന്നതൊന്നും തന്നെ ക്വാണ്ടം ഭൗതികമല്ല. പിന്നെ ഇപ്പോൾ യൂട്യൂബ് ധാരാളം പ്രചരിക്കുന്നത്, എന്നെയും നിങ്ങളെയും പോലുള്ള, എന്നെക്കാളും നന്നായിട്ട് ചിലപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് റീലുകളും യൂട്യൂബ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും, യൂട്യൂബിൽ സംസാരിക്കാൻ പറ്റും. അതൊക്കെ ഉള്ളത് കൊണ്ട് ഇപ്പൊ കേരളത്തിലും ധാരാളം എക്സ്ട്രീം മനുഷ്യരുടെ ഇടയിൽ അസംതൃപ്തിയും വിരോധവും വളർത്തിക്കൊണ്ടുവരാനുള്ള ഉദ്ദേശങ്ങളോടുകൂടി അതിന് കൂട്ടുപിടിച്ചുകൊണ്ട് ക്വാണ്ടം ഭൗതികവും മറ്റതും പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോ ഏറ്റവും നല്ലത് മഹാനായ ആൽബർട്ട് ഐൻസ്റ്റൈന്റെ രീതി തന്നെയാണ്. ശാസ്ത്രത്തിന്റെ രീതിയിൽ തന്നെ ഉറച്ചു നിൽക്കുക. ശാസ്ത്രത്തിന്റെ നിയമങ്ങൾക്ക് നിരക്കാത്തത് എല്ലാം തന്നെ നിർദ്ദയം നമ്മൾ തള്ളിക്കളയണം. ക്വാണ്ടം ഭൗതികത്തെ തള്ളിക്കളയണമോ? വേണ്ട. കാരണം അത് തനി ശാസ്ത്രമാണ്. പക്ഷെ ക്വാണ്ടം ഭൗതികത്തിൽ നമ്മൾ പറഞ്ഞ കുറെ കൺഫ്യൂഷൻ ഉണ്ടല്ലോ. ആ കൺഫ്യൂഷൻ നമ്മൾ ഇനിയും മാറ്റേണ്ടിയിരിക്കുന്നു. നമുക്ക് ഇനിയും അറിവ് നേടണം. 1925 ക്വാണ്ടം ഭൗതികം രംഗത്ത് വന്നത്. മോഡേൺ ക്വാണ്ടം, ആധുനിക ക്വാണ്ടം ഭൗതികം.
1900-ലാണ് പ്ലാങ്ക് ക്വാണ്ട എന്ന് ഉപയോഗിച്ചത്. അതിനു മുമ്പ് ആരും ഉപയോഗിച്ചിരുന്നില്ല. അന്നും ശാസ്ത്രം ഉണ്ടായിരുന്നു. അപ്പൊ ശാസ്ത്രം അനുസ്യൂതം ഇങ്ങനെ വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. പുതിയ അറിവുകൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ജനറേഷൻ, ഇപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ജനറേഷൻ ഇനി ക്വാണ്ടം ഭൗതികത്തിൽ വലിയ സംഭാവനകൾ നൽകാൻ കഴിഞ്ഞേക്കും. ഇപ്പോ ക്വാണ്ടം കമ്പ്യൂട്ടറിനെ കുറിച്ചും ക്വാണ്ടം ഭൗതികത്തെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിൽ നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്തുള്ള ഐസറിലും കൊച്ചിൻ സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റികളിലും ഒക്കെ തന്നെ ഇത് നടക്കുന്നുണ്ട്. അപ്പോ പുതിയ സാധ്യതകൾ കണ്ടെത്താൻ പറ്റും. പുതിയ ക്വാണ്ടം ഉപകരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. നമ്മുടെ ജീവിതത്തെ നന്നാക്കാൻ പറ്റുന്ന, കൂടുതൽ ഭദ്രമാക്കാൻ പറ്റുന്ന, രോഗങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുന്ന പലതരം സംഭാവനകൾ ക്വാണ്ടം ഫിസിക്സിന്, ക്വാണ്ടം പരതന്ത്രത്തിന് നൽകാൻ പറ്റും. അതൊക്കെയാണ് നിങ്ങളുടെ മുന്നിലുള്ള വിശാലമായ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോ ക്വാണ്ടം മെക്കാനിക്സ് നന്നായി മനസ്സിലാക്കാൻ ശ്രമിക്കുക. എനിക്ക് മനസ്സിലാവുന്നത് പോലെ വളരെ ലളിതമായി പറയാനാണ് ഞാൻ ശ്രമിച്ചത്. നമ്മളിപ്പോ ഇക്വേഷൻസിലൊക്കെ പോയി കുടുങ്ങിക്കിടന്ന് കൺഫ്യൂസ് ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒരു പാതയിലൂടെ ഞാൻ സംസാരിച്ചത്. താങ്ക് യു. സാറിന്റെ ക്ലാസ്